ഗുണ്ട കൊട്ടേഷൻ പിടിയിലമർന്ന മലയാള സിനിമ അത്തരമൊരു ഞെട്ടിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് കൊച്ചിയിൽ നടിക്ക് നേരെയുണ്ടായ അതിക്രമം, അതിൻ്റെ തുടർ ചലനങ്ങൾ, പുതിയ വിവരങ്ങൾ ഓരോന്നും പുറത്തു വരുമ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമയുടെ രംഗത്ത് ഒരു ശക്തമായ ശുദ്ധീകരണം അനിവാര്യമാണ് എന്ന് സിനിമാ പ്രവർത്തകർ തന്നെ തുറന്നു പറയുന്ന അവസ്ഥ. മറുഭാഗത്ത് മുഖ്യപ്രതി ഇതുവരെ പിടിയിലായിട്ടില്ല എന്നതും ഗൗരവം. അതേ പ്രതി മുൻകൂർ ജാമ്യവുമായി ഹൈക്കോടതിക്ക് മുമ്പിൽ നിൽക്കുന്നു എന്നതും ശ്രദ്ധേയം. നാളെ അതിൽ ഹൈക്കോടതി പറയുന്നതും കേൾക്കാം. 4 സംഘങ്ങളായി തിരിഞ്ഞ് പൾസർ സുനിയെ പിടിക്കാൻ പോലീസ് എമ്പാടും തിരയുന്നു. ആദ്യ ദിവസം, ആദ്യ മണിക്കൂറുകളിൽ അയാളെ പിടികൂടാൻ കഴിയുമായിരുന്നു എന്ന നിലയിലുള്ള ആദ്യം ഈ പ്രശ്നത്തിൽ ഇടപെട്ടവർ തുറന്നു പറയുന്നു. അന്വേഷണ സംഘത്തിന് അങ്ങനെയെങ്കിൽ ആദ്യഘട്ടത്തിൽ എവിടെയെങ്കിലും പാളിയോ? അതുപോലെ മലയാള സിനിമയെ രക്ഷിക്കേണ്ടതുണ്ടോ? മലയാള സിനിമയിലെ സ്ത്രീകളെ സംരക്ഷിക്കേണ്ട ബാധ്യത സിനിമാ രംഗത്തും സിനിമാ രംഗത്തെ സംഘടനകൾക്കും ഇല്ലേ? നിരവധി ചോദ്യങ്ങൾ. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഗുണ്ടാപ്പിടിയിൽ നിന്ന് സിനിമയെ മോചിപ്പിക്കണമെന്ന ആവശ്യം ശക്തം. സിനിമയ്ക്കുള്ളിലെ ഗുണ്ടാ ബന്ധം തുറന്നു സമ്മതിച്ച് നിർമ്മാതാവ് സുരേഷ് കുമാർ. താരങ്ങളുടെ ബൗൺസർമാരെയും നിയന്ത്രിക്കും. കർശന നടപടിയുണ്ടാകുമെന്ന് നടിക്ക് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ഉടൻ പിടികൂടാമായിരുന്നിട്ടും പൾസറിനെ വിട്ടുകളഞ്ഞ പോലീസിനെതിരെ വിമർശനം. ശക്തമായ നടപടിയെടുക്കണമെന്ന് കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു. സർക്കാരിന്റെ മെല്ലെപ്പോക്കിൽ ഇടതുമുന്നണിയിൽ അതൃപ്തി. മന്ത്രിമാരുടെ പ്രവർത്തനം വിലയിരുത്തും. ഭരണം ഇഴയുന്നുവെന്ന ആരോപണം പരിശോധിക്കും. CPIM CPI തർക്കം ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കാനും ധാരണ. ശബരിമലയിലെ സ്ത്രീ പ്രവേശന കേസ് ഭരണഘടനാ ബെഞ്ചിലേക്ക്. വിശദമായ വിധി പിന്നീടെന്ന് സുപ്രീം കോടതി. പരിഗണനാ വിഷയങ്ങൾ നിർദ്ദേശിക്കാൻ കക്ഷികൾക്ക് അനുമതി. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ. ജാമ്യം കേസിന്റെ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സർക്കാർ. വിജിലൻസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സംസ്ഥാനത്ത് വിജിലൻസ് രാജാണോ എന്ന് കോടതിയുടെ വാക്കാൽ പരാമർശം. അഴിമതി കേസുകളിൽ അന്വേഷണം ഇഴയുന്നതിൽ അതൃപ്തി അറിയിച്ചു VS. 5:50. 80 still RPS, 85 going on now. Gujarat Lions go on at 85. കേരള താരം ബേസിൽ തമ്പി ഗുജറാത്ത് ലയൺസിൽ. ബെൻ സ്റ്റോക്ക് IPL ലേലത്തിൽ വിലയേറിയ താരം. കരൺ ശർമ്മയ്ക്ക് വില 3.2 കോടി. ഇശാന്തിനെയും പൂജാരെയും ഇർഫാൻ പത്താനെയും ആർക്കും വേണ്ട. ഗുണ്ടകൾ മേയുന്ന മോളിവുഡ്. സിനിമയിൽ സ്ത്രീകൾ സുരക്ഷിതരോ? ഗുണ്ടകളിൽ നിന്ന് സിനിമാരംഗം ശുദ്ധീകരിക്കാൻ മറ്റന്നാൾ കൊച്ചിയിൽ യോഗം. നിർമ്മാതാവ് സുരേഷ് കുമാറാണ് ഇക്കാര്യം അറിയിച്ചത്. തന്റെ ഭാര്യ മേനകയെ തട്ടിക്കൊണ്ടുപോകാനും പൾസർ സുനി ശ്രമിച്ചു. ചില താരങ്ങൾക്കൊപ്പമുള്ള ബൗൺസർമാരുടെ കാര്യത്തിലും തീരുമാനമുണ്ടാകുമെന്ന് സുരേഷ് കുമാർ പറഞ്ഞു. നടിക്ക് നേരെയുള്ള അക്രമത്തിനെതിരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിൽ സംസാരിക്കുമ്പോഴാണ് സുരേഷ് കുമാർ ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് കുറച്ചു പേര് നുഴഞ്ഞു കയറിയിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത്. അതിന് നമ്മൾ തടയിടണം. അതിനെന്ത് ചെയ്യണം എന്നുള്ളത് മറ്റന്നാൾ ഞങ്ങളിപ്പോൾ എറണാകുളത്ത് മീറ്റിംഗ് ഉണ്ട്, അവിടെ ആലോചിക്കും. നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഗുണ്ടകളെന്ന് തന്നെ പറയാം, അങ്ങനത്തെ ഉള്ള ആൾക്കാരാണ്. ഇതിനു മുമ്പ് ഒരു അനുഭവം എനിക്കും എൻ്റെ കുടുംബത്തിനും പേഴ്സണൽ ആയിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ജോണി സാഗരിക എന്നെ വിളിച്ചു പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതേ പ്രതിയാണ് അന്നത്തെയും ആളെന്നുള്ളത്. പക്ഷെ അന്ന് നമുക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. അവള് അത് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. പക്ഷെ ഞാൻ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് ആ കംപ്ലൈന്റിന് ഒരു മറുപടി പോലും തരാത്ത പോലീസുകാരാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. കൊച്ചിയിൽ തന്നെ ആക്രമിച്ചത് കൊട്ടേഷൻ സംഘമാണെന്ന് നടിയുടെ മൊഴി. പോലീസിനാണ് നടി മൊഴി നൽകിയിരിക്കുന്നത്. ഇതിനിടെ കേസിലെ മുഖ്യപ്രതി പൾസർ സുനിൽ, മണികണ്ഠൻ, വിജീഷ് എന്നിവർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. കോയമ്പത്തൂരിൽ നിന്ന് പിടികൂടിയ 2 പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി.
ക്വട്ടേഷൻ സംഘമാണെന്ന് ആക്രമണത്തിനിടെ പൾസർ സുനി വ്യക്തമാക്കിയതായാണ് നടിയുടെ മൊഴി. ആക്രമിക്കാൻ ക്വട്ടേഷൻ ലഭിച്ചിട്ടുണ്ടെന്ന് സുനി പറഞ്ഞു. കഴിഞ്ഞ ദിവസം പോലീസിന് നൽകിയ മൊഴിയിലാണ് നടി ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അതേസമയം തന്നെ കേസിൽ കുടുക്കിയതാണെന്നും നീതി ലഭ്യമാക്കണമെന്നും അപേക്ഷിച്ച് ഒളിവിൽ കഴിയുന്ന പൾസർ സുനി, മണികണ്ഠൻ, വിജീഷ് എന്നിവർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. 18-ാം തീയതി രാത്രി 8 മണിയോടെ 3 പേരും കറുകുറ്റിയിലെ തന്റെ വീട്ടിൽ വന്നതായും വക്കാലത്തിനൊപ്പം മൊബൈൽ ഫോൺ, പാസ്പോർട്ട്, പേഴ്സ് എന്നിവ നൽകിയതായും അഭിഭാഷകനായ ES പൗലോസ് പറഞ്ഞു. പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി നാളെ വിധി പറയും. റിമാൻഡിൽ കഴിയുന്ന ഡ്രൈവർ മാർട്ടിൻ ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. പൾസർ സുനിൽ നൽകിയ മൊബൈൽ ഫോൺ, പാസ്പോർട്ട്, പേഴ്സ് എന്നിവ അഭിഭാഷകൻ ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. പ്രതികൾക്ക് വേണ്ടി 4 സംഘങ്ങളായി തിരിഞ്ഞു തെരച്ചിൽ നടത്താൻ പോലീസ് തീരുമാനിച്ചു. ഇന്നലെ ആലപ്പുഴയിലെത്തിയ പൾസർ സുനിക്കും സംഘത്തിനും അഭയം നൽകുകയും രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്ത ആലപ്പുഴ സ്വദേശി അൻവറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂട്ടുപ്രതി മനുവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. പണമില്ലാത്തതിനാൽ സുനി കൂടുതൽ ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് പോലീസ് നിഗമനം. കഴിഞ്ഞ ദിവസം പിടിയിലായ കണ്ണൂർ സ്വദേശി പ്രദീപ്, വടിവാൾ സലീം എന്നിവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. അതേസമയം ആക്രമണം ബ്ലാക്ക്മെയിലാണോ ക്വട്ടേഷനാണോ എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പൾസർ സുനി പിടിയിലാകാതെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാകില്ലെന്നാണ് ഉന്നത പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ന്യൂസ് 18 കൊച്ചി. പ്രൈം ഡിബേറ്റിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത് പ്രമുഖ നിർമ്മാതാവ് ശ്രീ സുരേഷ് കുമാർ ചേരുന്നു. നടനും സംവിധായകനുമായ P. ശ്രീകുമാർ ചേരുന്നു. സംവിധായകൻ സിബി മലയിൽ ചേരുന്നു. B. ഉണ്ണികൃഷ്ണനെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം സുരേഷ് കുമാർ, ഇന്നലെ കമലാണ് മലയാള സിനിമയിലേക്കുള്ള ക്രിമിനലുകളുടെ നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് ആദ്യം പരസ്യമായി പറഞ്ഞത്, ഒരു മുന്നറിയിപ്പ് സ്വഭാവത്തോടുകൂടി. ഇന്ന് പ്രമുഖ നിർമ്മാതാവായ സുരേഷ് കുമാർ തന്നെ വളരെ പരസ്യമായി അത് പറയുന്നതോടെ അതിൻ്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. ഗുണ്ടകൾ നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്ന് താങ്കൾ പറയുമ്പോൾ എന്താണത് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? താങ്കൾക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങൾ എന്താണതിൽ? വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ടതാണല്ലോ അത്. അതായത് ഇന്നലെ കമൽ പറഞ്ഞത്, കമൽ പിന്നെ അത് തിരുത്തി പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് ഗുണ്ടകൾ ഇതിൻ്റെ അകത്ത് നുഴഞ്ഞു കയറി എന്നുള്ളത് ഇപ്പോഴാണ്, ഈയിടെ വന്നതല്ല. അത് സിനിമാ രംഗത്തേക്കല്ല, ഈ സിനിമയിൽ ഒരു സിനിമയാണ് ഇപ്പം നടന്നത്, അതിൻ്റെ അകത്താണ് കയറിയത്. ഇപ്പം ഈ പൾസർ സുനി എന്ന് പറഞ്ഞ ആൾ നമ്മുടെ ഒരു പ്രൊഡക്ഷൻ മാനേജർ മനോജ് കാരന്തൂരിൻ്റെ ഡ്രൈവറായിട്ട് വരികയും അയാളാണ് ഇതിന് പിന്നിൽ, അയാളും ഒരു മാർട്ടിനും, ഇവർ രണ്ടുപേരും ഇപ്പോഴാണ് ഇതിൻ്റെ അകത്ത് വന്നത്. അപ്പോൾ നുഴഞ്ഞു കയറ്റം ഉണ്ടായി തുടങ്ങി എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് തടയിടണം, അത് തടയിടേണ്ട ആവശ്യം തന്നെയാണ്. അല്ലാതെ പെർമനൻ്റായിട്ട് ഇതിൻ്റെ അകത്ത് ഗുണ്ടകളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഇല്ല. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന സമയം വരെ ഇല്ല. ഇപ്പം ഈ ഒരു ഇൻസിഡൻറ്റിലാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് 2-3 പേര് ഇതുപോലെ ഗുണ്ട ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെന്നുള്ളത്. അത് നമ്മൾ തടയിടേണ്ട കാര്യമാണ്. അത് ഞങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കും. അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുകയും ചെയ്യും. ഇതിപ്പോൾ വേറൊരു കാര്യം നടക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ സിനിമയ്ക്കകത്ത് സെക്യൂരിറ്റി ഗാർഡ്സിനെ നമ്മൾ നിയമിക്കുന്നുണ്ട്. അപ്പോൾ ഈ സെക്യൂരിറ്റി ഗാർഡ്സ് പല രീതിയിൽ പല സ്ഥലത്ത് പല ലൊക്കേഷനിൽ ആർട്ടിസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാനും പോകാനും ഒക്കെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. പക്ഷേ ഇപ്പം ഞാൻ അറിഞ്ഞത് സെക്യൂരിറ്റി ഗാർഡ്സിൽ പലരും ഇതിൻ്റെ അകത്ത് പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഇത് കണ്ട് പരിശോധിച്ച് അത് വേണ്ട തീരുമാനങ്ങൾ കൈക്കൊള്ളും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അല്ലാതെ ഇത് ഇത്രയും നാൾ ഇത് വളരെ ഭംഗിയായിട്ട് അങ്ങനെ പറഞ്ഞിട്ടുമില്ല. താങ്കൾ പറഞ്ഞാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അത്തരമൊരു കുഴപ്പം പിടിച്ച സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇനി അത് അനുവദിക്കാത്ത വിധം തടയേണ്ടത് യഥാർത്ഥത്തിൽ നിർമ്മാതാക്കളുടെ ഉത്തരവാദിത്വമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഗുണ്ടകളെ തീറ്റിപ്പോറ്റുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ ചെലവിലാണ് അവർ ഓരോ ലൊക്കേഷനിലും. അത് വലിയ താരങ്ങളുടെ ബൗൺസർമാർ, താങ്കൾ പറഞ്ഞ പോലെ സെക്യൂരിറ്റി ഗാർഡ് എന്നൊക്കെ പറയുന്ന വിശേഷണം, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇവന്മാരൊക്കെ തിന്നു കൊഴുക്കുന്നതും ഇവരെ തീറ്റിപ്പോറ്റുന്നതും നിർമ്മാതാക്കൾ, നിങ്ങളുടെ കാശാണ്. ഇപ്പോൾ ബൗൺസർമാരെ വെക്കുക എന്ന് പറഞ്ഞാൽ ബൗൺസർമാർക്ക് തീറ്റ കൊടുത്തേ പറ്റൂ. അപ്പോൾ അവർ ഗുണ്ടകളാണോ ഇല്ലയോ എന്ന് തിരിച്ചറിഞ്ഞ് വേണ്ട വിധത്തിൽ ഞങ്ങളത് കൈകാര്യം ചെയ്യും. ഇപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോന്നായിട്ട് വെളിയിൽ വരുന്നത്. ഇപ്പം ഇന്നലെയാണ് അതിൻ്റെ ഒരു സെക്യൂരിറ്റിയുടെ ആളാണ് നമ്മുടെ അടുത്ത് പറയുന്നത്, സാർ ഇതിൻ്റെ അകത്ത് കുറേ പേര് ഇങ്ങനത്തെ ആൾക്കാരുണ്ടെന്നുള്ളത്. അതുവരെ ഞങ്ങൾ ഓരോരുത്തരുടെ, അല്ലാതെ ഒരു പ്രൊഡ്യൂസറെ കുറിച്ചോ ഒരു ടെക്നീഷ്യനെ കുറിച്ചോ അങ്ങനെ ഇതുവരെ ഒരു പരാതി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വന്ന ഇപ്പോൾ 2 ഡ്രൈവർമാരെ കുറിച്ചും അവരെക്കുറിച്ചും ഇപ്പോൾ 2-3 സെക്യൂരിറ്റി ആൾക്കാരെ കുറിച്ചും ആയിട്ട് കൂടെ ഉള്ള സെക്യൂരിറ്റി വിങ്ങിൽ ആരും ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല.
അത് ഞങ്ങൾ നോക്കും, പരിശോധിക്കും. അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞു വിടുകയും ചെയ്യും. അതിനകത്ത് അതന്നെ യാതൊരു സംശയവുമില്ല. സുരേഷ് കുമാർ, ഒരു അതായത് ഈ ഗുണ്ടാവാഴ്ച ക്രിമിനലുകൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ക്രിമിനലുകൾ ഈ ഗുണ്ടകൾ ഈ കൊട്ടേഷൻ സംഘാംഗങ്ങൾ ഇവര് സിനിമയുടെ മേൽവിലാസം ഉപയോഗിക്കുകയാണ്, ദുരുപയോഗിക്കുകയാണ്. ഇതാണ് ഇതിലെ പ്രശ്നം. അത് തിരിച്ചറിയുന്നു എന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഇപ്പോൾ ബൗൺസർമാർ എന്ന് പറയുന്ന ഈ സെക്യൂരിറ്റി ഗാർഡ്സിനുള്ളിൽ ഗുണ്ടകളുണ്ട് എന്ന് ഉത്തരവാദപ്പെട്ടയാൾ താങ്കളോട് പറഞ്ഞുവെങ്കിൽ അതിൻ്റെ ഒരു പശ്ചാത്തലം ആ ആൾ സൂചിപ്പിച്ചത് എന്താണ്? ഏത് സാഹചര്യത്തിൽ ഏതൊക്കെ നിലയ്ക്കാണ് ഈ ബൗൺസർമാരിൽ, സെക്യൂരിറ്റി ഗാർഡിൽ, ഇപ്പോൾ തന്നെ ഡ്രൈവർമാരുടെ കൂട്ടത്തിലാണ് ഗുണ്ടകളുണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ പൾസർ സുനിലും അതുപോലെ തന്നെ മാർട്ടിനും ഒക്കെ ആ ഗണത്തിൽപ്പെടുന്നതാണ്. ബൗൺസർമാരുടെ കൂട്ടത്തിലും ഗുണ്ടകളുണ്ട് എന്ന താങ്കൾക്ക് കിട്ടിയ പ്രധാനപ്പെട്ട വിവരത്തിന്റെ ഡ്രൈവർമാരല്ല, അത് ഞങ്ങളുടെ ഡ്രൈവർമാർ അല്ല. ഇത് പറയുന്ന നമ്മുടെ ഈ ഇപ്പം പൾസർ സുനിയും വേറെ മാർട്ടിൻ എന്ന് പറഞ്ഞാലും ഞങ്ങളുടെ ഡ്രൈവേഴ്സ് യൂണിയനിലുള്ള ആൾക്കാരല്ല. സുരേഷ് കുമാർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ സംഭവം ഉണ്ടാകുമ്പോൾ സുരേഷ് കുമാർ, ഈ സംഭവം ഉണ്ടാകുമ്പോൾ പൾസർ സുനിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റുമായി ബന്ധപ്പെട്ട ഡ്രൈവർ ആയിരുന്നോ? മാർട്ടിൻ ഡ്രൈവർ ആയിരുന്നോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് എനിക്ക് ഒരു പടം, എൻ്റെ പടം വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഡ്രൈവർമാർ കുറേ പേരുണ്ട്. അവരെ കുറച്ച് പേര് നമ്മൾ എടുക്കും. എനിക്ക് എൻ്റെ കാറോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഓടിക്കാനായിട്ട് 3-4 ഡ്രൈവർമാരെ അല്ലെങ്കിൽ കാറോ എനിക്ക് വെക്കാൻ ഉള്ള അധികാരമുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച ഒരു ഡ്രൈവറാണ് ഈ പൾസർ സുനി എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വെച്ച ഒരു ഡ്രൈവറാണ് മാർട്ടിൻ എന്ന് പറഞ്ഞത്, അല്ലാതെ ഈ യൂണിയനിലുള്ള ആരുമല്ല. പിന്നെ ബൗൺസർമാരുടെ കാര്യം പറഞ്ഞാൽ ഞാനാണ് ഇത് ഇന്നലെ ഇത് വെളിപ്പെടുത്തിയത്. ഈ ബൗൺസർമാരുണ്ടെന്നും ഇവർക്കിടയിൽ ആളുകൾ അതിൻ്റെ അകത്ത് മോശപ്പെട്ട ആൾക്കാരുണ്ടെന്നും ഉള്ളത്. അപ്പോൾ അത് ഞങ്ങൾ കണ്ട് ഞങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇതൊരു പ്രശ്നം വരുമ്പോഴല്ലേ എന്തൊക്കെ പ്രശ്നങ്ങൾ അതുമായിട്ട് അനുബന്ധിച്ച് പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അല്ലാതെ ഞങ്ങൾ ഇതുവരെ ഉണ്ടാവാത്ത പ്രശ്നങ്ങളാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ചെയ്ത് കറക്ഷൻ, താഴേക്കടയിൽ നിന്ന് തന്നെ അതിൻ്റെ കറക്ഷൻ തുടങ്ങുന്നുള്ള യാതൊരു സംശയവും സമ്മതിച്ചു. ഇവിടെ സുരേഷ് കുമാർ, ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് പോയ വാഹനമായതുകൊണ്ടാണ് ആ നടി ആ വാഹനത്തിൽ കയറിയത്. ആ വിശ്വാസമാണ്. അപ്പോൾ യൂണിയനുള്ള അംഗമാണോ അല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഒരു സിനിമയുമായി ബന്ധപ്പെട്ട്, ഒരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് അയച്ച വാഹനത്തിൽ ആ സ്ത്രീ, ആ നടി സുരക്ഷിതയല്ല എന്ന് വന്നാൽ പോയത് ഉത്തരവാദിത്തമുള്ള ഡ്രൈവറാണ്. ആ ഡ്രൈവർ ഒരു ക്രിമിനലാണ്, ഒരു ഗുണ്ടയാണ്. ഒരാളല്ല, 2 പേർ. ആദ്യം പൾസർ സുനിലിനോട് പോകാൻ പറഞ്ഞപ്പോൾ അയാൾ മാർട്ടിനെ ആ ചുമതല ഏൽപ്പിക്കുകയും അങ്ങനെ മാർട്ടിൻ പോവുകയും അങ്ങനെ ആസൂത്രണം ചെയ്ത ഒരു തട്ടിക്കൊണ്ടുപോകലാണ് അവിടെ നടന്നത്. അത് രണ്ടും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, അല്ലാതെ മറ്റ് ഡ്രൈവർമാരല്ല. അവർക്ക് അംഗീകാരമുണ്ടോ, യൂണിയൻ അംഗമാണോ ഒന്നുള്ളതൊന്നും അല്ല പ്രശ്നം. മാത്രമല്ല, ഈ മാർട്ടിൻ്റെ ഒരു മൊഴി പോലീസിൽ പോയിരിക്കുന്നത് ഇതേ ശൈലി അവർ മറ്റ് നടിമാരുടെ അടുക്കലും പയറ്റിയിട്ടുണ്ട്. അത്തരം കേസുകൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായി അതിൻ്റെ സാധ്യത വളരെ കൂടുതലല്ലേ സുരേഷ് കുമാർ? അല്ല, അതിപ്പം പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിച്ച് പറയുമ്പോഴല്ലേ നമുക്ക് പറയാനൊക്കെ. ഇപ്പം മാർട്ടിൻ പറഞ്ഞതിൻ്റെ മൊഴിയുടെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നുള്ളത്. ഇപ്പോൾ ഈ 2 പേരാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇവിടെ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിക്കകത്ത് എല്ലാ സ്ഥലത്തും ഇല്ലേ ക്രിമിനൽസ്? അതിൻ്റെ അകത്ത് ഒരു 2 പേര് പ്രശ്നം ഉണ്ടാക്കി. ആ 2 പേര് പ്രശ്നം ഉണ്ടാക്കിയ ഗുരുതരമായ പ്രശ്നമാണ്. അത് നമ്മൾ കണ്ട് അതെന്താണ് തിരുത്തേണ്ട രീതിയിൽ അത് ഇൻഡസ്ട്രിക്കകത്ത് എന്തെല്ലാം കറക്ഷൻസ് വരുത്തണോ അത് നമ്മൾ കറക്റ്റ് ചെയ്യും 100%. സുരേഷ് കുമാർ, ഇതിൽ താങ്കൾ ഒരു പേര് കൂടി പറഞ്ഞു, മനോജ് കാരന്തൂർ. ആദ്യം ഈ മാർട്ടിൻ, അതുപോലെ തന്നെ പൾസർ സുനിൽ, മനോജ് കാരന്തൂർ. ആരാണ് അയാൾ? മനോജ് കാരന്തൂർ എന്ന് പറയുന്നത് അദ്ദേഹം വളരെ പേര് അറിയപ്പെടുന്ന ഒരു പ്രൊഡക്ഷൻ മാനേജറാണ്. അദ്ദേഹത്തിന് പുള്ളിക്കാരൻ ഒരു വണ്ടി ഓടിക്കാനായിട്ട് വെളിയിൽ നിന്ന് ഹയർ ചെയ്തതാണ് പൾസർ സുനി. അയാൾ ഈ ഗോവയിൽ ഈ പടത്തിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരുന്നു. അതിപ്പം വെളിയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പം 2-3 ഡ്രൈവേഴ്സിനെ ഹയർ ചെയ്യാം എന്നുള്ളത് എൻ്റെ അവകാശമാണ്. അപ്പോൾ അങ്ങനെ വെളിയിൽ നിന്ന് നമ്മൾ ഹയർ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന ഇപ്പം എല്ലാവരുടെയും ഫുൾ ഹിസ്റ്ററിയും നോക്കി നമ്മുടെ ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ ആൾക്കാരുടെയും ബയോഡേറ്റ കാര്യങ്ങൾ, അവരുടെ ആധാർ കാർഡ് എല്ലാം ഉണ്ട്. ഇതിൻ്റെ അകത്തും ഉണ്ട്. ഇപ്പം നമ്മുടെ FFKയിലെ യൂണിയനിലെ എല്ലാവർക്കും അതിൻ്റെ അകത്ത് കാർഡും കാര്യങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളും ഉണ്ട്. അവിടെ നിന്ന് വന്ന് അവരാരും ഒരു പ്രശ്നം ഇന്നേവരെ ഉണ്ടാക്കിയിട്ടില്ല.
ഇത് വെളിയിൽ നിന്ന് വന്ന ഈ 2 പേരാണ്. ഇത് നമുക്ക് പക്ഷേ ആർക്കും ശ്രീ അബദ്ധം പറ്റാം. സുരേഷ് കുമാർ, അല്ലാതെ ഞാൻ സുരേഷ് ആരെയും ഇപ്പോൾ ശ്രീ സിബി മലയിലും ശ്രീ ന്യായീകരിക്കുന്നൊന്നുമല്ല. പി ശ്രീകുമാറും ചേരുന്നുണ്ട്. പക്ഷേ സുരേഷ് കുമാർ, ഒരു കാര്യം, കാരണം തുറന്ന് ഗൗരവത്തോടുകൂടി തെറ്റ് തിരുത്താൻ പോകുന്നു എന്ന് വളരെ പരസ്യമായി ഉത്തരവാദിത്വത്തോടു കൂടി പറഞ്ഞ ആളെന്നുള്ള നിലയിലും അത് സ്വാഗതാർഹമാണ് എന്നുള്ളത് കൊണ്ടുമാണ് താങ്കളോട് തന്നെ ചോദിക്കുന്നത്. ഒരു കാര്യം കൂടി, ഇതൊക്കെ പറയുമ്പോൾ ആദ്യമായി ഒരു സെറ്റിലേക്ക് വരുന്ന ഡ്രൈവറെ പോലെയാണ് പൾസർ സുനിലിനെ ഒരുപക്ഷെ കേട്ടാൽ തോന്നുക. അങ്ങനെയല്ല. എത്രയോ വർഷമായി വിവിധ താരങ്ങൾക്കൊപ്പം, മുകേഷ് പറഞ്ഞത് താങ്കൾക്കറിയാമല്ലോ, ഈ നടിയുടെ തന്നെ ഡ്രൈവറായിരുന്നു. ഇപ്പോഴും ലാലിൻ്റെ ഈ പ്രൊഡക്ഷൻ യൂണിറ്റിലെ ഡ്രൈവറാണ് ഈ പൾസർ സുനിലും മാർട്ടിനും. അങ്ങനെ വലിയൊരു സിനിമാ ബന്ധം അവർക്കുണ്ട്. എന്നിരിക്കെ ഇനി ഇവർ പോയി എന്നിരിക്കട്ടെ, ഈ മുമ്പ് പറഞ്ഞ മനോജ് കാരന്തൂർ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ മാനേജർ ഏതാണ്ട് 7:30-നാണ് ഈ നടി തൃശ്ശൂരിൽ നിന്നും അവരുടെ വീട്ടിൽ നിന്നും ഈ വാഹനത്തിൽ കയറുന്നത്. 8:15 അത്താണിയിൽ വെച്ച് ഈ സംഘത്തിൻ്റെ പിടിയിലകപ്പെടുന്നത്. 10 മണിയോടടുപ്പിച്ചാണ് പാലാരിവട്ടത്ത് ഇറക്കി വിടുന്നത്, അല്ലെങ്കിൽ ഈ തട്ടിക്കൊണ്ടുപോകൽ അവസാനിക്കുന്നത്. ഉത്തരവാദപ്പെട്ട പ്രൊഡക്ഷൻ ആളുകൾ എവിടെയാണ് ഈ നടി, എന്തുകൊണ്ട് സമയത്തെത്തിയില്ല? ആ അന്വേഷണം നടത്താത്ത ഉത്തരവാദിത്വവും നിറവേറ്റിയില്ല എങ്കിൽ ഇത്തരം ക്രിമിനലുകളെ ഡ്രൈവറാക്കിയും വെച്ചാൽ എങ്ങനെയാണ് നിങ്ങളുടെ മേഖലയിൽ സ്ത്രീകൾ, കലാകാരികൾ സുരക്ഷിതരാവുക? ഒരാൾ ക്രിമിനൽ ആണെന്ന് അറിഞ്ഞുകൊണ്ട് അതിൻ്റെ പ്രൊഡ്യൂസറായ ലാൽ ഡ്രൈവറായിട്ട് വെക്കും. അത് ഒരു സാമാന്യ ബുദ്ധി നമുക്കില്ലേ? എനിക്ക് എൻ്റെ ഒരു ഡ്രൈവർ വർക്ക് ചെയ്യാൻ ഇവൻ ക്രിമിനലാണെന്ന് പറഞ്ഞാൽ ശരി, അവൻ ഇരിക്കട്ടെ, എങ്കിൽ ഒരു നടിയെ വിടാനായിട്ട് ഈ ക്രിമിനലിനെ പറഞ്ഞു വിടുമോ? അങ്ങനൊന്നും ആരും ചെയ്യില്ല, മനഃപൂർവ്വം ആരും ചെയ്യില്ല. അതറിയാതാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഈ ജോണി സാഗരികയോട് ആദ്യം വർക്ക് ചെയ്ത ഡ്രൈവറാണ് ഇയാൾ. അത് കഴിഞ്ഞിട്ട് ജോണി സാഗരിക പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് മുകേഷിൻ്റെ, ഇതൊന്നും തമ്മിൽ അറിയില്ല. ജോണി സാഗരിക മുകേഷിൻ്റെ അടുത്ത് മുകേഷിൻ്റെ ഡ്രൈവറാണോ എന്ന് പോലും ഇയാൾക്ക് അറിയില്ല. അതൊക്കെ തന്നെയാണ് അതിൽ നിങ്ങൾ ആരും തെറ്റുകാരാണെന്ന മുൻവിധിയുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ ആവർത്തിക്കുന്നു. പക്ഷേ ശ്രീ സുരേഷ് കുമാർ, ഒരു മുൻവിധിയുമില്ല. നിങ്ങൾ ആരെങ്കിലും ആസൂത്രണം ചെയ്ത് അല്ലെങ്കിൽ ഒരശ്രദ്ധയും അലസതയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കാരണം ജോണി സാഗരിക വളരെ പ്രമുഖനായൊരു നിർമ്മാതാവാണ്. ഇവരെല്ലാം, നിങ്ങൾക്കൊക്കെ പ്രധാനപ്പെട്ട സംഘടനകളുണ്ട്. ഇതിനകത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ളൊരു കുഴപ്പക്കാരനുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പല കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നവരല്ലേ? ഈ ഒരാളുടെ കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് വർഷങ്ങളായി അതിന് കഴിയാതെ പോയെങ്കിൽ അത് അയാളുടെ മിടുക്കാണ്, നിങ്ങളുടെ പരാജയമാണ്. അത് കാണണം. 2, ഈ പ്രൊഡക്ഷൻ മാനേജർ മനോജ് കാരന്തൂർ, നിങ്ങൾ പറഞ്ഞല്ലോ ഈ നടി സമയത്തെത്തിയില്ല എങ്കിൽ അന്വേഷിക്കണ്ടേ? ഒരാളുടെ പേഴ്സണൽ ഡ്രൈവറായിട്ടിരിക്കുന്നവർ, ഞാൻ പറഞ്ഞുതരാം, അല്ലല്ല, ഒരാളുടെ പേഴ്സണൽ ഡ്രൈവറായിട്ടിരിക്കുന്ന ഒരാളെ കുറിച്ച് നമുക്ക് അത് അറിയേണ്ട കാര്യമില്ല. ഇപ്പം ജോണി സാഗരിയുടെ പേഴ്സണലായിട്ടൊരു ഡ്രൈവറാണ്, നമുക്കറിയില്ല അയാൾ ആരാണ്. എത്രയോ പേര് നമ്മുടെ അസോസിയേഷന്റെ നടയിൽ ഭയങ്കര അത്ഭുതകരമാണ്. സുരേഷ് കുമാർ, എല്ലാ സ്നേഹവും വെച്ചുകൊണ്ട് പറയട്ടെ, ജോണി സാഗരിക എന്ന് പറയുന്ന നിർമ്മാതാവിന്റെ നിറം പോലെ സൂപ്പർ ഹിറ്റായി ഓടിയ വളരെ നിങ്ങൾക്കെല്ലാം പരസ്പരം അറിയാവുന്ന ഒരു നിർമ്മാതാവ് ഒരു ഡ്രൈവറെ പറഞ്ഞു വിടുന്നു. ഈ ഡ്രൈവർ നാളെ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നടൻ്റെ ഡ്രൈവറായി പരസ്യമായി, ഒളിവിലൊന്നും അല്ലല്ലോ ഡ്രൈവ് ചെയ്യുന്നത്, കേരളത്തിലുടനീളം പോകുന്നു. ഇതേ ഡ്രൈവറെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു, മറ്റൊരു നടിയുടെ ഡ്രൈവറാകുന്നു. അവിടെ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് പ്രൊഡക്ഷൻ മാനേജർ, വർഷങ്ങളുടെ പരിചയമുള്ള പ്രൊഡക്ഷൻ മാനേജർ ഒരു തടസ്സവുമില്ലാതെ വിളിച്ചുകൊണ്ടുവരുന്നു. അങ്ങനെയാണെങ്കിൽ എവിടെയോ കുഴപ്പമുണ്ട്. അതൊന്നും അങ്ങനെ നിഷ്കളങ്കമായി സംഭവിക്കുന്നതല്ല. വളരെ ഗൗരവമായ ജാഗ്രത നിങ്ങൾക്കില്ലെങ്കിൽ ഇനിയും സ്ത്രീകൾ ബുദ്ധിമുട്ടും. ഞാനതല്ലേ പറഞ്ഞത്. അല്ലല്ല ഞാൻ പറഞ്ഞുതരാം, ഇത്രയും നാൾ സ്ത്രീകളാരും ബുദ്ധിമുട്ടിയില്ലല്ലോ. ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഡ്രൈവർ വെളിയിൽ പേഴ്സണൽ ഡ്രൈവറാണ്. ആ പേഴ്സണൽ ഡ്രൈവറെ മുകേഷിന് അറിഞ്ഞുകൂടാ ജോണി സാഗരിയുടെ കൂടാണ് വർക്ക് ചെയ്തതെന്ന്. മറ്റ് വേറെ ആരെങ്കിലും എൻഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കറിയില്ല. അങ്ങനെയാണ് ഇയാൾ അവിടെ കിടന്ന് കറങ്ങിയത്. അല്ലെങ്കിൽ ഇതൊരു മിനിമം ഒരു സിനിമാ കഥയാക്കിയാൽ പോലും യുക്തിസഹമല്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ പോലും സ്വീകരിക്കില്ല. ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയെ മുഴുവൻ ഈ പറഞ്ഞ ഒരൊറ്റ ക്രിമിനൽ ഇത്രമേൽ ചുറ്റിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമല്ല, പ്രേക്ഷകർ സ്വീകരിച്ചില്ലെങ്കിൽ സ്വീകരിക്കേണ്ട എന്ന് വെച്ചാൽ നമുക്ക് പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ വൈകിപ്പോയി, തീർച്ചയായും വൈകിപ്പോയി ഒരു ജാഗ്രത കുറവുണ്ടായി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ താങ്കളുടെ ഭാര്യ മലയാളികൾ ഇഷ്ടപ്പെടുന്ന മേനകയ്ക്ക് ഇത്ര വലിയ ജാഗ്രത കുറവ് ശ്രീ സുരേഷ് കുമാർ, മേനകയ്ക്ക് നേരെ ഇയാളുടെ ഒരു അതിക്രമം ഉണ്ടായി എന്ന് താങ്കൾ തന്നെ ഇന്ന് വളരെ പരസ്യമായി പറഞ്ഞു. കഴിഞ്ഞ ദിവസവും വന്നതാണ്. ഒരു പരാതി കൊടുത്തിട്ടും ഒരു അതിക്രമം ഉണ്ടായില്ല. അത് റൈറ്റ് അല്ലല്ല, പറയുന്ന കേൾക്കൂ, നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ, അതിക്രമമൊന്നും ഉണ്ടായില്ല. ഇയാളെ വണ്ടിയിൽ കയറിയിട്ട് വേറൊരു നടിയെ പ്രതീക്ഷിച്ചാണ് ഈ വണ്ടി അവിടെ വന്നത്. ആ വണ്ടിയിൽ എൻ്റെ ഭാര്യ കയറി എന്നുള്ളതേ ഉള്ളൂ.
ഈ വണ്ടിയുമായിട്ട് അവർ 2 പ്രാവശ്യം ചുറ്റിയപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു ഈ വണ്ടി ചുറ്റുകയാണെന്നുള്ളത്. Yes. അപ്പം ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത് ചോദിക്കും എന്താണ് സംഭവം, വണ്ടി കൊണ്ട് റമഡ ഇന്നെന്ന് പറഞ്ഞ ഹോട്ടലിലേക്ക് പോകാനാണ്. എന്നിട്ട് ജോണി സാഗരിയെ വിളിച്ചു പറഞ്ഞു, ജോണി സാഗരിയുടെ പടം വർക്ക് ചെയ്യാനാണ് പോയത്. ജോണി സാഗരിയെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ജോണി പുറകെ പോയി. അല്ലാതെ അതിൻ്റെ അകത്ത് വേറെ ഈ അന്ന് ഇത് ഓടിച്ചിരുന്നത് ഇതേ സുനി എന്ന് പറഞ്ഞ ഡ്രൈവറാണ്. അത് ഞാൻ ഇന്നലെയാണ് അറിയുന്നത്, എനിക്കറിയില്ല. പിറ്റേ ദിവസം ഇവൻ ജോണി സാഗരിയുടെ അവിടെ നിന്ന് ചാടിപ്പോയി. എന്ന് വെച്ചാൽ ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ഞാൻ 3 പ്രാവശ്യം ഗവൺമെന്റിൽ ഞാൻ വീണ്ടും ഒന്നും തോന്നരുത്, വീണ്ടും അങ്ങനെ അപ്രത്യക്ഷമായ ആൾ സാധാരണ സുരേഷ് കുമാർ അങ്ങനെ അപ്രത്യക്ഷമാകുന്നയാൾ സാധാരണ ഈ രംഗമേ വിട്ടുപോകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രംഗത്ത് പോയി ഡ്രൈവർ ആവാം. പക്ഷേ അയാൾ വീണ്ടും മലയാള സിനിമയിലെ തന്നെ ഡ്രൈവർ നിത്യസാന്നിധ്യമായി തുടരുന്നു. ഈ രംഗം എന്ന് പറയുന്ന ഒരു ഇത് ബഹുമാനം അല്ല, ഇതൊരു ഫാക്ടറി അല്ല, ഒരു ഫാക്ടറിക്കകത്ത് ജോലി ചെയ്യുന്നവരല്ല. ഇത് ഇന്നൊരു ലൊക്കേഷൻ പാലക്കാടാണെങ്കിൽ വേറൊരു ലൊക്കേഷൻ ദുബായിൽ, വേറൊരു ലൊക്കേഷൻ ഡൽഹിയിൽ, അങ്ങനെ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവർക്ക് എവിടെ വേണോ പോകാം, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതില്ല. നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിന്റെ രീതി ദുബായിൽ ഷൂട്ടിംഗ് നടക്കുന്നതിന് കേരളത്തിൽ നിന്നൊരു ഡ്രൈവറെ കൊണ്ടുപോകാറില്ല. ദില്ലിയിൽ ഷൂട്ട് നടന്നാൽ പോലും ഞാൻ അങ്ങനെ തർക്കിക്കേണ്ട നമ്മൾ തമ്മിൽ. എവിടെ ഇപ്പോൾ ദുബായിൽ ഒരു ഷൂട്ട് നടന്നാൽ ഒരു ഡ്രൈവറെ ഇവിടുന്ന് കൊണ്ടുവന്ന ഏർപ്പാടില്ല. കേരളത്തിനകത്താണ് ഇവരുടെ ആവശ്യം, പരമാവധി തമിഴ്നാട്. പോട്ടെ, ഞാൻ അത്തരം തർക്കത്തിലേക്കൊന്നുമല്ല വരുന്നത്. അല്ലല്ല, ഞാൻ പറഞ്ഞ കേരളത്തിന്റെ വെളിയിൽ എത്ര ഷൂട്ട് നടക്കുന്നു ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഒരു സ്ഥലത്തല്ല ഷൂട്ടിംഗ് നടക്കുന്നത്, ഒരു ആർട്ടിസ്റ്റ് അല്ല ഒരു പടത്തിലുള്ളത്, പല ആർട്ടിസ്റ്റാണുള്ളത്. അതുകൊണ്ട് ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ഇത് അബദ്ധം പറ്റിയതാണ്. മനസ്സിലായില്ലേ? അത് നമ്മൾ 100% സമ്മതിക്കുന്ന ഒരുത്തനെ വെച്ചത്. ഞാൻ ഇതിന് രണ്ടിനും ഇടയിലാണ് സുരേഷ് കുമാർ നിൽക്കുന്നത്. ഇത് ബോധപൂർവമല്ല. ഉത്തരവാദിത്തമുള്ള പ്രൊഡ്യൂസർ ഒരു അബദ്ധം കാണിക്കും. തീർച്ചയായും ഇത് താങ്കൾ പറഞ്ഞതിനും ഇടയിലാണ് ഞാൻ കാണുന്നത്. ഇത് ബോധപൂർവമല്ല, പക്ഷേ അബദ്ധവുമല്ല. വലിയ ജാഗ്രത കുറവുണ്ടായി. നിങ്ങൾക്ക് എത്ര സംഘടനകൾ, എത്ര യൂണിയനുകൾ, ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു നടിയുടെ ജീവിതം ഈ നിലയിലാക്കി തീർക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ, ഒരു ജാഗ്രത ഉണ്ടായിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. മേനകയ്ക്ക് പോലും സംശയം ഉണ്ടായി. ജോണി സാഗരിക അത് അറിഞ്ഞു, പോലീസിൽ പരാതി കൊടുത്തു. അല്ലല്ല, അങ്ങനാണെന്നുണ്ടെങ്കിൽ ഇവനൊരു വലിയ കൊടുത്തു 3 പ്രാവശ്യം. ഞാൻ അതല്ല ചോദിച്ചത്. ഇവൻ വലിയൊരു ഗുണ്ടയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പോലീസ് ഇവനെ അന്വേഷിച്ച് ഇവനെ പിടിച്ച് അകത്തിട്ടില്ല? ഇത് ഞങ്ങളുടെ പുറത്താണോ ഇത് ചാടിക്കയറേണ്ടത്? ഞാൻ തിരിച്ചൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ പോലീസ് പല പരാതികളും മുക്കാറുണ്ട്. ശരിയാണ്, പല പരാതികളും മുക്കാറുണ്ട്. സമയത്ത് പരിശോധിക്കാറില്ല, വലിയ ജാഗ്രതയൊന്നും കൊടുക്കാറില്ല പലപ്പോഴും. സ്ഥിരമായ പൊതുവായ കാര്യമല്ല ഞാൻ പറയുന്നത്. താങ്കൾക്കും ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ ജാഗ്രതയോടുകൂടി പരാതിക്ക് പിന്നാലെ നിൽക്കാമായിരുന്നല്ലോ. മുക്കിയത് കൊണ്ടാണ് ഇപ്പൊ ഇവൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത്. ഈ മുക്കിയത് കൊണ്ടാണ് 2 കാര്യം. ഒന്ന്, അന്നത്തെ സംഭവത്തിൽ ഈ പൾസർ സുനിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ പ്രതി ഇവൻ ചാടിപ്പോയി, ഡ്രൈവറാണെന്നുള്ള അല്ലാതെ ചാടിപ്പോയി. മിനിഞ്ഞാന്നാണ് എൻ്റെ അടുത്ത് ഈ രാവിലത്തെ ഈ പ്രശ്നം നടക്കുമ്പോൾ, ഈ നമ്മുടെ ഈ നടിയുടെ പ്രശ്നം നടക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് പ്രൊഡ്യൂസർ സാഗരിക എന്നെ വിളിച്ചിട്ട് പറയുന്നത്, സുരേഷ് ഏട്ടാ ഇവനാണ് അന്നത്തെ കേസ്. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാര്യം. എന്ന് വെച്ചാൽ അവനെ ഇനിയും ഒരു കാരണവശാലും വിട്ടുകൂടാ. അന്ന് ഇത് പിടിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. അന്ന് പോലീസ് കാണിച്ച അലംബമാണ് ഇന്ന് ഈ പ്രശ്നം ഉണ്ടാവാൻ കാരണം. അന്ന് എന്തുകൊണ്ട് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തില്ല? അപ്പോൾ ഇത് ചൂണ്ടേണ്ടത് പോലീസുകാർ ഇവനെ അറസ്റ്റ് ചെയ്തില്ല. ഇവൻ്റെ പേരിൽ പാലാരിവട്ടത്ത് കേസുണ്ട്, പെരുമ്പാവൂർ കേസുണ്ട്, സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. എങ്ങനെ ഇവൻ വെളിയിലിറങ്ങി നടന്നു? അപ്പോൾ അത് സിനിമാക്കാരെയാണോ ചീത്ത പറയേണ്ടത്? ഇവിടുത്തെ ഭരിക്കുന്ന ആൾക്കാരെ, പോലീസിനെയാണോ? എനിക്ക് വർഷം ഓർമ്മയില്ല, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു താങ്കൾ ഈ സാംസ്കാരിക ക്ഷേമനിധി പദവിയിലൊക്കെ ഇരിക്കുന്ന കാലത്താണോ ഈ സംഭവം ഉണ്ടാകുന്നത്? അതിന് മുമ്പാണെന്ന് തോന്നുന്നു. ഒരു 4-5 കൊല്ലമായി. 5 കൊല്ലമായി. എന്നിട്ടും അല്ലാതെ തന്നെ ഇപ്പൊ അവിടെ ഇരിക്കേണ്ട കാര്യമൊന്നും. എന്റെ ചോദ്യം പൂർണ്ണമായിട്ടില്ല. ഞാൻ ചോദിച്ചത് എന്നിട്ടും ഇതിന്റെ ഒന്നും ആവശ്യം താങ്കൾക്കുമില്ല. പക്ഷെ താങ്കളെപ്പോലെ ഒരു പ്രധാനപ്പെട്ട സംഘാടകൻ, നിർമ്മാതാവ്, ഇവിടുത്തെ പ്രധാനപ്പെട്ട താരങ്ങളുടെ അത്രയും കാലം തന്നെ സിനിമാ നിർമ്മാണ രംഗത്ത് വർഷങ്ങൾ ചെലവഴിച്ചയാളാണ് താങ്കൾ. താങ്കൾക്ക് പോലും അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ട് ഇതായിരുന്നു അവസ്ഥയെങ്കിൽ അതിൽ ഗൗരവത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടതായിരുന്നു എന്ന് തോന്നുന്നില്ല ഇപ്പോൾ ഇതൊക്കെ കാണും. ബാക്കിയുള്ളവരുടെ അവസ്ഥ നോക്കാൻ. പക്ഷേ
ഇപ്പം ശരിയാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഞാനത് അന്ന് ഗൗരവത്തോടെ എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ കുട്ടിക്ക് ഇത് സംഭവിക്കില്ലായിരുന്നെന്നുള്ളൊരു ഒരു ഒരു തോന്നൽ എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു ഗിൽട്ട് എന്ന് വെച്ചാൽ അന്ന്. പക്ഷെ ഞാനത് വിട്ടതെന്തെന്നറിയോ, ഇതിൻ്റെ പുറകെ എത്ര പ്രാവശ്യം അത് എറണാകുളത്താണ് ഫയൽ ചെയ്തത്. നമ്മളിവിടെ ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. ഇത് ഓരോ പ്രാവശ്യവും നമ്മൾ എറണാകുളത്ത് നിന്ന് ഈ പോലീസ് സ്റ്റേഷൻ്റെ നടയിൽ ചെന്ന് നിൽക്കാനൊക്കെ വിളിച്ച്, അതുകൊണ്ടാണ് പറ്റിയത്. അല്ല, അവരിപ്പോൾ ഇന്നലെ ഒരു പോലീസ് ഓഫീസർ പറയുന്നത് കേട്ടു അത് FIR ഫയൽ ചെയ്യണമെന്ന്. ഇത് ഞാനല്ലല്ലോ പറയണ്ടേ, എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ലഭിക്കേണ്ട വലിയൊരു സഹായം നിർബന്ധിതനായനെ വലിയൊരു സഹായം അന്ന് ലഭിച്ചില്ല. അത് മറ്റൊരു വലിയ ദുരന്തത്തിനും വലിയൊരു ആഘാതത്തിനും ഇടയാക്കി എന്നതാണ് സങ്കടകരമായ വസ്തുത. ശ്രീ പി ശ്രീകുമാറും ശ്രീ സിബി മലയിൽ കൂടി ചേരുന്നുണ്ട്. ശ്രീ സുരേഷ് കുമാർ, അവരോടുകൂടി സംസാരിച്ചിട്ട് താങ്കളിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങി വരാം. ശ്രീകുമാർ, ഈ പറഞ്ഞ ഇതേ ആക്ഷേപം ഈ അന്വേഷണത്തിലും ഉയരുന്നുണ്ട്. ഈ സംഭവമുണ്ടായി ആദ്യ മണിക്കൂറിൽ തന്നെ, അല്ലെങ്കിൽ ലാലിൻ്റെ അടുക്കൽ എത്തുമ്പോൾ തന്നെ ഈ നടി പറയുന്നുണ്ട് ഇതാരാണ് എന്ന്. ഉടൻ തന്നെ ലാൽ ഇടപെടുന്നു, ആൻറ്റോയെ വിളിക്കുന്നു, PT തോമസ് അവിടെ എത്തുന്നു, അവർക്കെല്ലാം കാര്യം മനസ്സിലാകുന്നു. അവിടെ നിന്നാണ് ആദ്യം പൾസർ സുനിയിലേക്ക് ആൻറ്റോയുടെ ഫോൺ കോൾ പോകുന്നത് ഇതറിഞ്ഞുകൊണ്ട്. കാരണം ഈ പറഞ്ഞ ഡ്രൈവറാണല്ലോ, എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ സിനിമ നിർമ്മാതാക്കൾക്കോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവർക്കോ അറിയാം. അതുകൊണ്ടാണല്ലോ ആൻറ്റോ വിളിച്ചത്. ആദ്യം ഇയാളെ കിട്ടുന്നു, കട്ട് ചെയ്യുന്നു, രണ്ടാമത് തിരികെ വിളിക്കുന്നു എന്ന മട്ടിൽ എന്തുവാണ് ഞാൻ മനസ്സിലാക്കുക. എനിക്ക് അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ അറിയില്ല. PT തോമസ് പറഞ്ഞ വാചകം നമ്മുടെ അടുക്കലുണ്ട്, അതൊന്ന് കാണാം. പക്ഷേ അതിനു മുമ്പ് എന്നിട്ടും ആ മണിക്കൂറിൽ കൊച്ചി നഗരത്തിൽ വെച്ച് ഇതേ പൾസറിനെ പിടിക്കാൻ പോലീസിന് കഴിയുമായിരുന്നു, ചെയ്തില്ലല്ലോ. അത് മറ്റൊരു വലിയ തെറ്റ് തന്നെയാണ് എന്ന് ഈ 3 ദിവസം പിന്നിടുമ്പോൾ നമ്മൾക്ക് തോന്നുന്നില്ലേ ശ്രീകുമാർ? എനിക്കങ്ങനെ തോന്നുന്നേ ഇല്ല. കാരണം വെച്ചിരുന്നാൽ ഈ കേസ് അറിഞ്ഞ സമയം മുതൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ ഇവിടുത്തെ ഭരണകൂടം, ഇവിടുത്തെ പോലീസ് അതീവ ജാഗ്രതയായി മറ്റ് ഏതൊരു കേസ് എടുക്കുന്നതിനേക്കാളും വളരെ ശുഷ്കാന്തിയോടുകൂടി എടുക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രതി കയ്യിൽ നിന്ന് വഴുതി പോകുന്നത് പോലീസിൻ്റെ കുറ്റം കൊണ്ടാണെന്ന് നിങ്ങൾ നോക്കണ്ട. ഈ പ്രതിക്കും പോലീസിനേക്കാളും ഭയങ്കര ബുദ്ധികളുണ്ട്. കുറേ നാളൊക്കെ ഇങ്ങനെ തെന്നി നടക്കാനൊക്കെ സാധിക്കും, അക്കൂട്ടത്തിൽ ഇങ്ങനെ വിട്ടുപോകും. ആ വിട്ടുപോകുന്നതുകൊണ്ട് പോലീസ് മറ്റേത് കേസിനേക്കാളും ജാഗ്രതയോടെ ഭരണകൂടത്തിലെ സർവ്വ ആളുകളും ഉണർന്ന് ഈ കേസിന്റെ ആശ്വാസം തരുന്ന കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും രസകരമായിട്ടുള്ളത്, അഭിഭാഷകനെയും വെച്ച് ഹൈക്കോടതിക്ക് മുമ്പിൽ ഇതേ കൊച്ചിയിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകി നാളെ വിധി കാത്തിരിക്കുകയാണ്. ആദ്യ മണിക്കൂറിൽ പിടിക്കാമായിരുന്നു എന്നെ വാദം ഞാൻ ആവർത്തിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തരുന്നതല്ല ഇത്. ഇതുപോലത്തെ എത്രയോ പേര് ഒളിവിലിരുന്നു കൊണ്ട് മുൻകാല ജാമ്യത്തിനും മറ്റതിനുമായിട്ട് ഏതെല്ലാം കേസുകൾ കൊടുത്തു. ഇത് ആദ്യത്തെ കേസിൽ അങ്ങനെ കൊടുത്തിട്ടുള്ളതല്ലല്ലോ. അങ്ങനെ നമ്മൾ സാമാന്യവൽക്കരിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ പിടിക്കാമായിരുന്നൊരു സാഹചര്യത്തെ പോലീസ് ബോധപൂർവമാണെന്നല്ല പറയുന്നത്. അങ്ങനെ ആക്ഷേപിക്കുന്നവർ പോലും അങ്ങനെ പറയുന്നില്ല. പക്ഷേ പോലീസിന് എന്തോ ഒരു വീഴ്ച പറ്റി. പിടിക്കാമായിരുന്നു എന്നൊക്കെ നമുക്കും വളരെ ലാഘവമായിട്ട് അങ്ങനെ പറയാൻ സാധിക്കും. പക്ഷേ പിടിക്കാൻ കഴിയുന്നതിന്റെ പരമാവധി പോലീസ് ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിവരം. ശ്രീ സിബി മലയിൽ, താങ്കളിലേക്കാണ് വരുന്നത്. അതിനു മുമ്പ് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത അല്ലെങ്കിൽ ഇപ്പോൾ ഉന്നയിച്ചൊരു പ്രശ്നം, അതിൽ PT തോമസ് MLA ആണ് ഇന്ന് ഞങ്ങളോട് ഇക്കാര്യത്തിൽ ഈ പറഞ്ഞ ഒരു സംശയവും വിമർശനവും ഉയരുന്നതിന് ഇടയാക്കുന്ന ഒരു പരാമർശം നടത്തിയത്. അതൊന്ന് കണ്ടു നോക്കാം. PT തോമസ് ഈ പ്രശ്നത്തിൽ ആദ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലാലിൻ്റെ വീട്ടിലേക്ക് എത്തുകയും ഇടപെടുകയും ചെയ്ത ഒരാളാണ്. PT തോമസ് പറഞ്ഞതൊന്ന് കേൾക്കാം. ലാലൊക്കെ ഒരു സ്വന്തം മകന് അല്ല സ്വന്തം മകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ദുരന്തം പോലെ ഫീൽ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ആൻറ്റോ ജോസഫും ഒരുപിടി ആളുകളെ വിളിച്ചിട്ട്, പ്രധാനപ്പെട്ട ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ള ഒരുപിടി ആളുകളെ വിളിച്ചിട്ട് ഇങ്ങനെ വലിയ ദുരന്തം ഉണ്ടായി എന്ന് പറയുകയും ഈ യുവനടിയോട് സംസാരിച്ച വേളയിലൊക്കെ ധൈര്യമായിട്ടിരിക്കുക, ഇത് സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതാണെന്നുള്ള നിലയാണ് ലാലും ആൻറ്റോ ജോസഫും ഒക്കെ അവിടെ എടുത്തായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നത്. അതിലൊരു സംശയം എനിക്ക് തോന്നുന്നില്ല. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, പെട്ടെന്നുള്ള വണ്ടിയെല്ലാം പെട്ടെന്ന് പോയാൽ ഇപ്പം തന്നെ അവനെ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അവനെ പിടിക്കാമല്ലോ എന്ന് പറയുകയും പോലീസ് അങ്ങനെ ചെയ്യുന്നു എന്നാണ് ഞങ്ങൾ ധരിച്ചിരുന്നത്. പക്ഷെ അതിലെന്തോ ഒരു അലംഭാവം വന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അതിൻ്റെ അകത്തൊരു വീഴ്ച പോലീസിൻ്റെ ഭാഗത്ത് കൃത്യമായിട്ട് പറയാൻ കഴിയും. ശ്രീ സിബി മലയിൽ, നേരത്തെ ശ്രീ പി ശ്രീകുമാറിനോട് ചോദിച്ചതും ഈ പരാമർശത്തെ ആധാരമാക്കിയാണ്. അതിൻ്റെ പൂർണ്ണ ഭാഗമില്ലെങ്കിലും PT തോമസ് പറഞ്ഞതാണ്, ടവർ ലൊക്കേഷൻ വെച്ച് ഇവൻ എവിടെയുണ്ട് എന്ന് മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ജനപ്രതിനിധി കൂടിയായ PT തോമസ് പറയുന്നു പോലീസിനോട്, നിങ്ങൾ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇപ്പോൾ തന്നെ പോയി അവനെ പൊക്കൂ. കൊച്ചി നഗരത്തിൽ ഉള്ള ടവർ ലൊക്കേഷനെ കുറിച്ചാണ്, ആ സ്ഥലത്തിൻ്റെ പ്രധാനപ്പെട്ട പേര് എനിക്ക് വിട്ടുപോയി. അതുകൊണ്ടാണ് പറഞ്ഞത് 10 മിനിറ്റ് കൊണ്ട് അവനെ പിടിക്കാം എന്ന നിലയിൽ നമ്മുടെ പോലീസിൻ്റെ ജാഗ്രതയും സാധ്യതയെയുമാണ് PT തോമസ് പറഞ്ഞത്. പക്ഷേ ഇവർ മറ്റ് നടപടികളിലേക്ക് നീങ്ങുമ്പോൾ അവരുടെ ധാരണ പോലീസ് ആ വഴിക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നായിരുന്നു. പക്ഷേ അന്ന് ആ രാത്രി അതുണ്ടായില്ല. ശ്രീ സിബി മലയിൽ.
അല്ല, ഇത് ഈ ഇഷ്യൂ ഉണ്ടായ സമയം തൊട്ട് തന്നെ പോലീസ് വളരെ ജാഗ്രതയോടെ തന്നെയാണ് ഇതിനെ സമീപിച്ചതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ലാലാണ് ഈ പ്രശ്നത്തിൽ ആദ്യമായിട്ട് പോലീസുമായിട്ട് ബന്ധപ്പെടുന്നത്, DGP ആയിട്ട് ബന്ധപ്പെടുന്നു. മിനിറ്റുകൾക്കുള്ളിൽ എറണാകുളത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തുകയും ഈ പെൺകുട്ടിയുമായിട്ട് സംസാരിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഈ പ്രതികളെക്കുറിച്ചുള്ള സൂചന ലഭിച്ചപ്പോൾ തന്നെ അവരതിനുള്ള നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്തു. ഇപ്പോൾ ഒരാളെ പെട്ടെന്ന് കയ്യിൽ നിന്ന് വഴുതിപ്പോവുക എന്നൊക്കെ പറയുന്നത് അത് മനഃപൂർവ്വമായിട്ട് സംഭവിക്കുന്നതല്ലല്ലോ. അത് തീർച്ചയായിട്ടും അവരും നേരത്തെ ശ്രീകുമാർ സൂചിപ്പിച്ച പോലെ ബുദ്ധിമാന്മാരായിട്ടുള്ള ക്രിമിനലുകളാണ്. അവർ വളരെ 1 മാസം ഒക്കെ പ്ലാൻ ചെയ്തു എന്നൊക്കെ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ രക്ഷപ്പെടാനുള്ള വഴികളും അവർ കണ്ടെത്താം. ഏതായാലും ഈ പോലീസ് ഒരു ജാഗ്രത കുറവ് കൊണ്ടല്ല, പോലീസിൻ്റെ ഭാഗത്തുണ്ടായ ഒരു ജാഗ്രത കുറവാണ് ഇവരെ പിടിക്കാൻ കഴിയാത്തത് എന്നുള്ളത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പോലീസ് വളരെ നല്ല രീതിയിൽ തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അയാൾ പിടിക്കപ്പെടുകയും ചെയ്യും. ഇത് ഇയാളിപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വരുന്ന ഭാഷ്യങ്ങൾ ഇയാളൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണ്, നിരവധി ഇത്തരത്തിലുള്ള കേസുകൾ ഇയാളുടെ പേരിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെയാണ് നമ്മൾക്ക് സംശയം തോന്നുന്നത്. കാരണം ഇത്തരത്തിൽ നിരന്തരമായി ഒരു കുറ്റം ചെയ്തുകൊണ്ട് ഒരാൾ തുടരുമ്പോൾ അയാൾ വീണ്ടും സ്വൈരവിഹാരം നടത്തിക്കൊണ്ട് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നൊരു സംവിധാനം നമുക്കുണ്ടാകാൻ പാടില്ല. ഇത്തരത്തിൽ കുറ്റകൃത്യം ചെയ്യപ്പെടുന്നവർ ശരിയായ രീതിയിൽ ശിക്ഷിക്കപ്പെടുകയും ഒരഴിക്കുള്ളിലാകപ്പെടും എന്നൊരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെ നമുക്ക് തടയുവാൻ കഴിയുള്ളൂ. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ചലച്ചിത്ര നടി മഞ്ജു പിള്ള ടെലിഫോൺ ലൈനിൽ ചേരുന്നു. മഞ്ജു, ഇന്ന് നിങ്ങളുടെ സഹപ്രവർത്തകയായ സുഹൃത്തുമായി പേര് പറയാത്തതാണ്, അത് മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു, അറിയാത്തതുകൊണ്ടുമല്ല. എങ്കിലും അവർ വളരെ ഇന്നലെ മഞ്ജു വാര്യരൊക്കെ പറഞ്ഞ പോലെ വളരെ ധൈര്യത്തോടുകൂടി, ഞങ്ങളാണ് തകർന്നു പോയത്, പക്ഷേ വളരെ ധൈര്യത്തോടു കൂടിയാണ് അവർ ആ സാഹചര്യത്തെ നേരിട്ടത്. അതിനുശേഷവും ഒരു ഉറച്ച നിലപാടെടുത്തത്. ഇന്ന് മഞ്ജുവിനെ നേരിട്ട് കണ്ട് സംസാരിച്ചതിൽ നിന്നും മനസ്സിലായത് എന്താണ്, പങ്കുവെക്കാവുന്നത് എന്താണ്? നോക്കൂ, ഞാനും അവളും തമ്മിൽ വളരെ ഒരു സഹോദര ബന്ധമാണുള്ളത്. അവളുടെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഇവിടെ എത്താറുണ്ട്. അപ്പോൾ പണ്ടും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ ധൈര്യമുള്ള, വളരെ ബോൾഡായിട്ടുള്ള ഒരു കുട്ടിയാണ് അവള്. ഇപ്പൊ ഞാൻ കണ്ടപ്പോഴും എനിക്ക് തോന്നുന്നത് അവളല്ലാതെ വേറെ ആരായിരുന്നെങ്കിലും, ഇപ്പൊ ഒരുവിധം നമുക്കൊക്കെ മാറിയിരുന്ന് പറയാൻ പറ്റും, ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തേനെ, ഞാൻ അവനെ അങ്ങനെ ചെയ്തേനെ, ഇങ്ങനെ എല്ലാം പറയാൻ പറ്റും. പക്ഷെ ആ ഒരു നിമിഷത്തിൽ ആരാണെങ്കിലും ഇപ്പൊ എനിക്ക് സംസാരിച്ചതിൽ നിന്ന് അവൾ വളരെ ബുദ്ധിമതിയായിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവൾ ആ യാത്രക്കിടയിൽ അവൾ ഓരോ സ്പോട്ടും അവള് സൈഡിലെല്ലാം നോക്കി എവിടെയാണ്, എന്താണ്, എങ്ങോട്ടാണ് കൊണ്ടുവന്നത്, ഏത് വഴിയാണെന്ന് വരെ അവൾ ഇതിന്റെ ഇടയിൽ മനസ്സിലാക്കി വെച്ചിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് മഞ്ജു, അത്രയും പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവരുടെ ഈ യാത്ര തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട ഒരു CCTV റോഡുകളിൽ പലയിടങ്ങളിലും നമുക്ക് ക്യാമറകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിടത്തു നിന്നും അത് സംബന്ധിച്ച്, ഈ വാഹനത്തിന്റെ യാത്ര സംബന്ധിച്ച ഒന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കിട്ടിയ ഒരു വിവരം ആ നിലയ്ക്കാണ്. ഇല്ല, അത് സംസാരിച്ചപ്പോൾ CCTVയിലുള്ള ദൃശ്യങ്ങൾ ഇനി അത് എടുക്കുകയുള്ളൂ എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അത് ഇതുവരെ കിട്ടാത്തതിന്റെ റീസൺ എനിക്കറിയില്ല. പക്ഷെ അവളുമായിട്ടും അല്ലെങ്കിൽ അവളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ കഴിഞ്ഞത് ഇനിയാണ് മഞ്ജു പറഞ്ഞു വരുന്നത്, അത്താണിയിൽ വെച്ചാണ് ഇവരുടെ പിടിയിലാകുന്നത്. അത് കഴിഞ്ഞ് ദേശീയപാത വഴിയാണ് സ്വാഭാവികമായും എല്ലാവരും എറണാകുളത്തേക്ക് വരുന്നത്. ഇവരത്തരം പോലീസിന്റെ കണ്ണുവെട്ടിച്ച് റൂട്ട് മാറ്റി പോകുന്നതടക്കം ആ കുട്ടിക്ക് ബോധ്യമുണ്ടായിരുന്നു എന്നാണോ മഞ്ജു പറഞ്ഞു വരുന്നത്? അതെ, അവൾ റൂട്ട് മാറിയപ്പോൾ, അവൾ വന്ന വഴിയല്ല, റൂട്ട് മാറിയപ്പോൾ ഇതിനിടയിൽ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായി. അവൾ പറഞ്ഞു വാഴക്കാലെ കൂടെ കട്ട് ചെയ്ത് ഇങ്ങനെ പോയി. ഇന്നലെ ഞാൻ പോലീസുമായിട്ട് പോയപ്പോഴാണ് ഇന്ന സ്ഥലത്തൂടെയാണ് പോയത്. കാരണം അവൾ പകല് പോയപ്പോൾ കടകളും കാര്യങ്ങളും അതും എല്ലാം ആയിട്ട് എനിക്ക് അവൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും. എനിക്ക് രാത്രിയിൽ യാത്ര ചെയ്യണം എന്ന് പറഞ്ഞനുസരിച്ച് രാത്രിയിലാണ് അവള് ആ ഒരു യാത്ര പോവുകയും പോലീസുമായിട്ട് സഹകരിച്ച് പോവുകയും അവള് ആ സ്പോട്ട് കണ്ടെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. ഒരു സ്ഥലത്തൂടെ പോയപ്പോൾ ഈ പാലമാണോ എന്ന് ചോദിച്ചപ്പോൾ ഇതല്ല, ഒരു ഡയമണ്ട് ഒരു ഡിസൈനുള്ള ഒരു ലൈറ്റാണ് ഞാൻ കണ്ടത്, അത് ഇവിടെയാണ്, അല്ല ഞാൻ കണ്ടത് ഇതാണെന്ന് അത്ര തെളിച്ച് പറയുന്നുണ്ട്. അവൾ അത്ര ബോൾഡായിരുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു മകളുണ്ട്. ഇപ്പൊ ശരിക്കും മാറേണ്ടത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടത് ശരിക്കും നമ്മളാണ്.
ആ ചെയ്തവരോടാണ് പ്രതികരിക്കേണ്ടത്. അല്ലാതെ ഒരു ചാനലിന്റെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരെ അങ്ങനെ ചെയ്യണമെന്ന് പറയുകയല്ല. അവനെ കിട്ടിയാൽ പ്രതികരിക്കണം എന്നുള്ള ഒറ്റ ഇത് പറയുന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഞാനൊരു അമ്മയാണ്, എനിക്കൊരു മകളുണ്ട്. നമ്മുടെ നിയമം ഇപ്പോ ഗോവിന്ദസ്വാമിയെ പോലുള്ള, ഇപ്പൊ എല്ലാവരും തന്നെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക, ഗോവിന്ദസ്വാമിയെ പോലുള്ള ഈ സമൂഹത്തിന്, ജനസമൂഹത്തിന്, മലയാളികൾക്ക് എല്ലാം അറിയാം സൗമ്യയെ കൊന്നത്, സൗമ്യയെ കൊലപാതകം നടത്തിയത് ഈ ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന ആ വൃത്തികെട്ടവനാണ് എന്നുള്ളത് ഈ ലോകത്തിന് എല്ലാവർക്കും അറിയാം. പക്ഷെ കോടതി ഇപ്പോഴും അവനൊരു വിധി, മഞ്ജു അത്തരം നിയമ കസർത്തുകൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇയാളും ഈ പറഞ്ഞ പൾസർ സുനിലും ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന മുൻകൂർ ജാമ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ? തന്നെ ഈ കേസിൽ കുടുക്കുകയായിരുന്നു എന്ന് പറയുന്ന നിയമപരമായ അവകാശങ്ങളിലൂടെ അയാളും സഞ്ചരിച്ചു തുടങ്ങി. അതെ, ഞാൻ അവളോടൊപ്പം ഇരിക്കുമ്പോൾ ഞാൻ ആ വാർത്ത കണ്ടു. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇതിന് ഉള്ള ഒരു നിയമമാണ് കൊണ്ടുവരേണ്ടത്. കാരണം നാളെ എന്റെ മകൾ അല്ലെങ്കിൽ ഈ ജനസമൂഹത്തിലെ പെൺകുട്ടികൾ ഇറങ്ങി നടക്കുന്നത് ഈ ഗോവിന്ദസ്വാമിയുടെ ഇറങ്ങി നടക്കണ്ടേ? ഇയാൾ ഒരു 10-12 വർഷം കഴിയുമ്പോൾ ഇറങ്ങി വരുമ്പോൾ അത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വലിയ വേദന തന്നെയാണ് ഒരു അമ്മ പങ്കുവെക്കുന്നത്. പക്ഷേ അത് മകളെ കുറിച്ച്. ഇനി അമ്മയെക്കുറിച്ച് ഞാനൊന്ന് ചോദിക്കട്ടെ. നിങ്ങളൊരു കലാകാരിയാണ്. എത്രയോ ഇടങ്ങളിലൂടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിനെ വിശ്വസിച്ച് പ്രൊഡക്ഷൻ യൂണിറ്റ് ഏർപ്പെടുത്തി തരുന്ന നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു ഡ്രൈവർക്കൊപ്പം സുരക്ഷിത സ്ഥാനത്തേക്ക് എത്താമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ എത്രയോ യാത്ര ചെയ്തിട്ടുണ്ടാകാം, അല്ലേ? അവിടെയാണ് ഈ കെണി ഒരുക്കിയിരിക്കുന്നത് എന്ന് വന്നാൽ മറ്റൊരു തരത്തിലും ആശങ്കപ്പെടുത്തുന്നതാണ് ഒരു കലാകാരി എന്ന നിലയിൽ. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഈ നടി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഇവൾ ആയതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു. നാളെ ഇതൊരു നടനും സംഭവിക്കാവുന്നതാണ്. ഇതൊരു ബ്ലാക്ക് മെയിലിംഗ്, അല്ലെങ്കിൽ ഇത് വേറൊരു രീതിയിലുള്ള രീതി കാണേണ്ട. ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് മാത്രമാണ് അവരുടെ ഉദ്ദേശം. ഇത് നാളെ നടനോ അല്ലെങ്കിൽ നടിയുടെ അമ്മയ്ക്കോ മകൾക്കോ നടന്റെ ആർക്കും, ഒരു അമ്മയ്ക്ക്, പെങ്ങൾക്ക്, മകൾക്ക് എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതൊരു നടി ആയതുകൊണ്ട് മാത്രമല്ല, ഞാൻ ടോട്ടൽ ഉള്ള ഒരു പെൺ സമൂഹത്തിന് വേണ്ടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഇവിടെ അതിനുള്ളൊരു നിയമം കൊണ്ടുവരണം. നമുക്ക് അങ്ങനെ ഒരു നിയമം ഇല്ല. ഇപ്പോൾ ഈ കുട്ടി, നിങ്ങളുടെ സുഹൃത്ത്, വളരെ ധൈര്യപൂർവ്വം അത് അറിയിക്കേണ്ടവരെ അറിയിച്ച് അതിൻ്റെ വരുംവരായികൾ ആലോചിച്ച് വളരെ ശക്തമായ നിയമവുമായി മുന്നോട്ട് പോയി, നടപടികളുമായി മുന്നോട്ട് പോയി. അതുകൊണ്ട് ഈ ക്രിമിനലുകൾ പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതേ ക്രിമിനലുകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടാകാം ഇതിനു മുമ്പും. അത്തരം സമാനമായ മൊഴികൾ പോലീസിൽ എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾക്കൊക്കെ കിട്ടുന്ന വിവരം. മാർട്ടിൻ, അതെ, എനിക്കും കിട്ടിയത് അത് തന്നെയാണ്. കാരണം ഇനിയും ഇങ്ങനെയുള്ള വളരെ ഹൈ പൊസിഷനിൽ നിൽക്കുന്ന നടിമാരെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെ ഇതുപോലെ തട്ടിക്കൊണ്ടുപോയി ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള പ്ലാനുകൾ ഉണ്ടായിരുന്നു. ഇതൊരു റാക്കറ്റ് പോലെ ആയി മാറാനുള്ള ചാൻസസ് ഉണ്ട്. റൈറ്റ്. ഇതിനു മുമ്പ് പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് മഞ്ജു. തള്ളിക്കളയാൻ കഴിയില്ല ഇപ്പോൾ എന്നും പറയുന്നുണ്ട്. നമുക്ക് ഇതിനെതിരെ ശരിക്കും അതിലൊരു നല്ല നിയമം വരണം എന്നുള്ളതാണ് എന്റെ ശക്തമായ. അത് പ്രധാനപ്പെട്ടതാണ്. നിയമം വരണം, ഭരണകൂടം ഇടപെടണം, പോലീസിന്റെ വലിയ ഇടപെടലുകൾ ഉണ്ടാകണം. നേരത്തെ സുരേഷ് കുമാർ പറഞ്ഞ പോലെ മേനകയ്ക്ക് ഒരു വലിയ സംശയം ഉണ്ടായ ഘട്ടത്തിൽ ഒരു പരാതി കൊടുത്തിട്ട് പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചലനവും ഉണ്ടായിട്ടില്ല. ആ ഘട്ടത്തിലൊക്കെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇത് സുരേഷ് കുമാർ തന്നെ പറഞ്ഞതാണ്. ഇനി ഒരു കാര്യം കൂടി. ഇനി യഥാർത്ഥത്തിൽ നമ്മുടെ സംഘടനകൾ, മലയാള സിനിമാ രംഗം, അതിൽ ഡ്രൈവർമാരുടെ വേഷത്തിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ വേഷത്തിലൊക്കെ ഈ ഗുണ്ടകൾ കടന്നു വരുന്നത് പോലുള്ള സാഹചര്യം അത് എല്ലാവരും അംഗീകരിക്കുന്നു, തുറന്നു പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കൊരു സംരക്ഷണം വേണ്ടേ? സംഘടനകളും സഹപ്രവർത്തകരും ഉണരേണ്ട കാലമായോ? തീർച്ചയായിട്ടും ഇതിന് വേണ്ട ഒരു ചർച്ചകളും ഇന്ന് തന്നെ അമ്മയുടെ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വൈകുന്നേരം ഉണ്ടായിരുന്നു. ഇതിന്റെ ചർച്ചകളും ഇതിന്റെ കാര്യങ്ങളും ഒക്കെ ഇതിന്റെ മുറയ്ക്ക് നടക്കുന്നുണ്ട്. എല്ലാ സംഘടനകളിലും അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അവിടെ തന്നെ ഇപ്പൊ ഇരിപ്പുണ്ട്. അവരെല്ലാം ചേർന്ന് നല്ലൊരു തീരുമാനം എടുക്കുമെന്നത് തന്നെയാണ്. കാരണം അത് തന്നെയാണ് നേരത്തെ സുരേഷ് കുമാർ പറഞ്ഞത്. ഈ ഒരു കാര്യം കൂടി മഞ്ജു, ഏതായാലും ഇത്രയൊക്കെ ആയിട്ടും ഇതുപോലൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ളയാൾ എത്രയോ വർഷമായി മലയാള സിനിമയ്ക്കകത്തൂടെ കയറിയും ഇറങ്ങിയും വളയം പിടിച്ചും വളയം പിടിക്കാതെയും ഒക്കെ എങ്ങനെ ഇത്ര സജീവമായി നിന്നു? അത്ഭുതപ്പെടുത്തുന്നില്ലേ? ഞെട്ടിപ്പിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞോട്ടെ സാർ, നമ്മുടെ ലോകത്ത് ഇപ്പൊ ഇത് സിനിമ ഇൻഡസ്ട്രിക്ക് അകത്തുള്ള ഒരാളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്റെ അമ്മ പണ്ട് പറയും, ചക്കയെ മാങ്ങയൊന്നും അല്ലല്ലോ തുറന്നു നോക്കാൻ. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ, നമ്മൾ നാളെ നമ്മളൊരു ഹൈവേയിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ ഒപ്പം നടക്കുന്ന ആൾ എങ്ങനെ ഇയാളെ എല്ലാവരും പറഞ്ഞു വിടുകയാണ്. ജോണി സാഗരിക പറഞ്ഞു വിട്ടു. ഇതുപോലെ തന്നെ ഒരു സാഹചര്യത്തിൽ മുകേഷ് പറഞ്ഞു വിട്ടു. ഒരു പരാതി കിട്ടിയതിന്റെ ഇത്തരമൊന്നുമല്ല, എന്തോ ചില അമിത വേഗതയെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടാണ് പറഞ്ഞു വിട്ടതെന്ന് അദ്ദേഹം പറയുന്നു. അല്ല, അത് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് സാർ നമുക്ക് ആദ്യമായിട്ടല്ലേ ഉണ്ടാവുന്നത്. ഇപ്പൊ മുകേഷ് ഏട്ടൻ പറഞ്ഞു വിട്ടത് വേറെ അമിത വേഗത അങ്ങനെയുള്ള ഞാൻ ചോദിക്കുന്ന അത് തന്നെയാണ്. മഞ്ജു പിള്ള, നിങ്ങളൊക്കെ തമ്മിൽ കണ്ടാൽ ഈ സിനിമയിൽ കാണുന്ന കഥാപാത്രങ്ങൾ തമ്മിലുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ? നിങ്ങളൊക്കെ സെറ്റിൽ കണ്ടാൽ പരസ്പരം മിണ്ടില്ലേ? നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ പറയില്ലേ? സൗഹൃദങ്ങൾ പങ്കുവെക്കില്ലേ?
എല്ലാവരും അങ്ങനെയാണെന്നാണ് എൻ്റെ പറയും വിശ്വാസം. അപ്പം ഇപ്പോൾ നിങ്ങളുടെ കണ്ണിലൂടെ ഇങ്ങനെ ഒരാൾ കടന്നു പോകുമ്പോൾ, ഇങ്ങനെ ഒരാൾ ഡ്രൈവറായി വരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് പരസ്പരം സംസാരിക്കാത്തത്? നിങ്ങൾ അറിയാതെ പോകുന്നത്. അതുകൊണ്ടാണ് ഈ ക്രിമിനലുകൾ ഇങ്ങനെ മേയുന്നത്. അറിയാതെ പോകുന്നതല്ല സർ. കാരണം ഇപ്പോൾ പൾസർ സുനി എന്നുള്ള പേര് നമ്മൾ ഈ 2-3 ദിവസം കൊണ്ട് മനസ്സിലാക്കിയ ഒരു പേരാണ്. അല്ല, സുനി എന്ന് പറഞ്ഞ ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നലെ മേജർ രവി ഈ ചർച്ചയിൽ തുറന്നു പറഞ്ഞു, പൾസർ രവി ഈ നടിയുടെ അടുക്കൽ ആദ്യം ചെല്ലുന്നത് തൂവാല കൊണ്ട് മുഖം മറച്ചാണ് എന്ന്. ഉടൻ തന്നെ ആ നടി പേരെടുത്ത് വിളിച്ചപ്പോൾ അയാൾ തൂവാല മാറ്റി. പിന്നീട് അയാൾക്ക് തൂവാലയുടെ ആവശ്യമില്ല, കാരണം അത് രക്ഷയല്ല എന്ന് അയാൾക്ക് മനസ്സിലായി. അവിടെയാണ് കൊട്ടേഷൻ തനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പൾസർ സുനി പറയുന്ന സാഹചര്യം ഉണ്ടായത്. ഞാൻ പറഞ്ഞു വന്നത്, അത്രമേൽ എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഞാൻ സംരക്ഷിച്ചു അല്ലെങ്കിൽ സഹായിച്ചു എന്നൊന്നും അല്ല അർത്ഥത്തിലേ അല്ല, ഒരു തരത്തിലും അത് എടുക്കരുത്. പക്ഷേ ഒരു വലിയ ജാഗ്രത കുറവ് എവിടുന്നൊക്കെയോ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും പരസ്പരം ഇപ്പോ ഈ ലാലേട്ടന്റെ ഇതിലാണ്, നമുക്കിപ്പോ ലാൽ ക്രിയേഷൻസിലാണ് ഇയാൾ വർക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നെന്ന് പറയുന്നു. ലാലേട്ടന് അറിയില്ല, ഇങ്ങനെ ഒരാളാണെന്ന് അറിയില്ല. ഞാൻ ചോദിക്കട്ടെ, അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ഒരു പ്രവൃത്തി അങ്ങനെയില്ല. ഞാൻ സമ്മതിച്ചു. പക്ഷെ അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? പ്രൊഡക്ഷൻ മാനേജർമാർ, പ്രൊഡക്ഷൻ മഞ്ജു ഇതുപോലെ വീട്ടിൽ നിന്ന് പ്രൊഡക്ഷൻ വണ്ടി അയച്ചു തരുന്നു, അതിൽ കയറി പോകുന്നു. എത്തുന്നതിനൊരു സമയം ഉണ്ടാകുമല്ലോ. ആ സമയത്ത് എത്തിയില്ല എങ്കിൽ വിളിക്കേണ്ട ഉത്തരവാദിത്വം അയച്ച മാനേജർക്കില്ലേ? ഇത് വിളിക്കുന്നുണ്ട് സർ. ഞാൻ ചോദിക്കട്ടെ, അങ്ങോട്ട് വിളിച്ച് പറയാൻ പറ്റില്ല. ഇന്ന് ആ കുട്ടി എന്നോട് പറഞ്ഞാണ് ഞാൻ ആ കുട്ടിയുടെ കാര്യമല്ല പറഞ്ഞത്. ഇതുപോലെ ക്രിമിനലുകൾ ഡ്രൈവർമാരായി പോകുമ്പോൾ അത് അറിഞ്ഞിട്ടില്ല എന്ന് വാദത്തിന് സമ്മതിക്കുന്നു, ശരിയുമാണ്. പക്ഷേ നടി സമയത്ത് എത്തിയില്ല എങ്കിൽ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം പ്രൊഡക്ഷന്റെ മാനേജർമാർക്കില്ലേ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ ബഹളം വെച്ചിട്ട് കാര്യമില്ല, ഞാൻ പറയുന്ന കേൾക്കൂ. അതായത് ഈ പ്രൊഡക്ഷൻ മാനേജർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ കുട്ടിയെ വിളിക്കുന്നുണ്ട്. ഇതിന്റെ ഫോൺ വാങ്ങിച്ച ഒരു ബോക്സിനകത്ത് ഇട്ടിരിക്കുകയാണ്. അമ്മ വിളിക്കുന്നു, രമ്യ വിളിക്കുന്നു, പ്രൊഡക്ഷൻ മാനേജർ വിളിക്കുന്നു, അല്ലെങ്കിൽ അവിടുന്ന് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വിളിക്കുന്നു. ആ ലാസ്റ്റ് നിമിഷം വരെ കിട്ടുന്നില്ല. ഈ കുട്ടിയുടെ ഫിയാൻസി അടക്കം വിളിക്കുകയാണ്. ഈ ഫോൺ വാങ്ങിച്ചു വെച്ചാൽ എന്ത് ചെയ്യും? ഇത്രയും കാര്യങ്ങൾ മഞ്ജുവിന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചോട്ടെ. ആദ്യം അയക്കാൻ നിർദ്ദേശിക്കുന്നത് പൾസർ സുനിലിനെയാണ്. പൾസർ സുനിലാണ് മാർട്ടിനെ അയച്ചത്. ഇത്രയൊക്കെ വിളിച്ച മാനേജർക്ക് ഈ രണ്ടാളുകളെ വിളിക്കാമായിരുന്നല്ലോ. അയാൾ ഇവരെയാണല്ലോ ചുമതലപ്പെടുത്തിയത്. അവരെ വിളിച്ചിട്ടുണ്ടോ? അവരുടെ മറുപടി എന്തായിരുന്നു? ഫോൺ എടുക്കുന്നില്ലല്ലോ സാർ. അവരും ഫോൺ എടുക്കുന്നില്ലല്ലോ. മനഃപൂർവ്വം ആരെങ്കിലും ഫോൺ എടുത്തിട്ട് ഞാൻ ഇന്നാളെ തട്ടിക്കൊണ്ട് പോവാണെന്ന് ആരെങ്കിലും പറയോ? ആരും പറയില്ല. ഞാൻ ചോദിച്ചതിൽ അവരോട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ എന്നത് മാത്രമാണ്. ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു അല്ലേ? ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, തീർച്ചയായിട്ടും ശ്രമിച്ചിരുന്നു. ഏതായാലും ശക്തമായ ഒരു ഇടപെടൽ സിനിമാ മേഖലയിൽ നിന്നും നിയമ മേഖലയിൽ നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സുരക്ഷിതമായി കലാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടപെടലുകൾ അനിവാര്യമാണ് എന്നുണ്ടോ മഞ്ജു? തീർച്ചയായിട്ടും. കാരണം ഈ കാര്യത്തിൽ ഇതിപ്പോ ഒരു നടിയുടെ കാര്യം മാത്രമല്ല, എന്റെ ഒരു സുഹൃത്തിന്റെ കാര്യം മാത്രമല്ല, ഇത് ലോകത്ത് നടക്കുന്ന ഒരു അന്യായമാണ്. ഇതിനെതിരെ ശക്തമായിട്ട് ഞങ്ങളുടെ അംഗങ്ങൾ, ഞങ്ങളുടെ സംഘടനയുള്ളവരായിട്ട് ഞങ്ങൾ ജനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും സമൂഹം ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇതിനെ ശക്തമായിട്ട് ഞങ്ങൾ എതിർക്കുന്നു തന്നെയാണ് ഞങ്ങൾക്ക് പറയുന്നത്. നിയമം ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നുള്ള അപേക്ഷ മാത്രമേ. അതുകൊണ്ട് തന്നെയാണ് ഒരു തരത്തിലും ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, പക്ഷെ ജാഗ്രത കുറവുണ്ടായി എന്നത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇത്തരം പിഴവുകൾ ആവർത്തിക്കാത്ത വിധം വളരെ ശക്തമായ നടപടികളിലേക്ക് ശ്രീ സുരേഷ് കുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോകാനാകൂ. അങ്ങനെ പോകണം. അങ്ങനെ പോകുന്നതിന് വേണ്ടി തന്നെയാണ് ഗൗരവമായ ഇത്തരം അന്വേഷണങ്ങൾ, ചർച്ചകൾ സംഘടിപ്പിക്കുന്നത്. നമുക്ക് വീട്ടിൽ പറയാം, പക്ഷെ നമ്മുടെ വീട്ടിലൊരെണ്ണം നടക്കുമ്പോഴേ ഇപ്പൊ സാറിന് സംസാരിക്കുന്നുണ്ട് അടുത്ത് കാര്യമായിട്ട് സാറിന്റെ വീട്ടിൽ നടക്കുമ്പോൾ അത് തന്നെയാണ് ഇന്നലെ ലാലും പറഞ്ഞത്. ഒരു വീട്ടിലും സംഭവിക്കാൻ പാടില്ല. ഇത് ആ നിലയിൽ ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടാകാൻ പാടില്ലാത്ത നടപടികളാണ് ഉണ്ടാകുന്നത്. അത് തടയേണ്ടതാണ്. ശ്രീ പി ശ്രീകുമാർ, ശക്തമായൊരു ശുദ്ധീകരണത്തിന്റെ ആവശ്യകത താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ശക്തമായ ഒരു ശുചീകരണത ഈ ആപത്ത് ഉടൻ തന്നെ നടക്കണമെന്നൊക്കെ പറഞ്ഞൊക്കെ നടക്കാൻ പോകാത്ത കാര്യങ്ങളാണ്. അതൊന്നും പ്രാക്ടിക്കലല്ല. ഇതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിനിമാ സംഘടനകളെല്ലാം കൂടെ ചേർന്നിട്ട് സിനിമയ്ക്ക് പണ്ടത്തെ സിനിമകൾ നടക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അലിഖിതമായ ചില നിയമങ്ങളുണ്ടായിരുന്നു. ആ പരസ്പര സ്നേഹവും ആ അലിഖിതമായ നിയമങ്ങളും പുനഃസ്ഥാപിക്കുവാനായിട്ട് എല്ലാവരും സന്മനസ്സോടുകൂടി ഒന്നിപ്പിച്ചു വന്നാൽ ഇത് കുറേയൊക്കെ ഒഴിവാക്കാമെന്നുള്ളതിൽ കഴിഞ്ഞ് ഈ ലോകത്ത് എല്ലാ ധാർമ്മിക ച്യുതികളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ സിനിമാ രംഗത്തും ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇത് ഉണ്ടാവില്ല ഒരിക്കലൊന്നും പറയാൻ കഴിയില്ല. ലോകം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലോകത്തിൻ്റെ സംസ്കാരത്തെ, മനുഷ്യൻ്റെ സംസ്കാരം തന്നെ മാറി വരേണ്ടതായിട്ടുള്ളതിൻ്റെ ഭാഗമാണ്. എന്നിരുന്നാലും നമ്മളും നമ്മുടേതായ രീതിയിൽ ഇതിൻ്റെ സുരക്ഷിതത്തിൻ്റെ മേഖലകൾ തപ്പുക എന്നുള്ളതിൽ കവിഞ്ഞ് ഇതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നാളെ ചെയ്തു കളയാം എന്നുള്ള വ്യാമോഹം ആരെങ്കിലും വച്ചു പുലർത്തണമെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. സുരേഷ് കുമാർ തന്നെയാണ് പറഞ്ഞത്. മറ്റന്നാൾ കൊച്ചിയിൽ ചേരാൻ പോകുന്നു. വളരെ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ട അടിയന്തര നടപടികളും നീക്കങ്ങളും ഉണ്ടാകും. അത് വിശ്വസിക്കാതെ തരമില്ലല്ലോ. കാരണം ശക്തമായ സംഘടനകളാണ്.
തീർച്ചയായും അതിൽ കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. ആ സംഘടനകൾ പണ്ട് സിനിമ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പരസ്പര വിശ്വാസത്തെക്കുറിച്ചും ഈ നിയമങ്ങളെക്കുറിച്ചും ഒക്കെ ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. സുരേഷ് കുമാർ, ഇപ്പോൾ ശ്രീ പി ശ്രീകുമാർ പറഞ്ഞ വാദം താങ്കൾക്ക് നന്നായി അറിയാം. പല കാലത്തും സിനിമയുടെ മാറ്റം, അതുകൊണ്ടുണ്ടായ ബന്ധങ്ങളിലെ നഷ്ടത്തെക്കുറിച്ചൊക്കെ ഒരുപാട് വിമർശനപരമായി സംസാരിച്ചിട്ടുള്ളയാളാണ് താങ്കൾ. അത്തരം സിനിമയുടെ മാറ്റം, കാലത്തിൻ്റെ മാറ്റം, സമൂഹത്തിൻ്റെ മാറ്റം, അതെല്ലാം സിനിമയെയും ബാധിച്ചിരിക്കുന്നു. അവിടെയാണ് ഇത്തരം ക്രിമിനലുകളുടെ നുഴഞ്ഞുകയറ്റം സംഭവിച്ചിരിക്കുന്നത്. അവിടെ യഥാർത്ഥത്തിൽ മനോഭാവത്തിൽ, ബന്ധങ്ങളിൽ, പരസ്പരമുള്ള ധാരണകളിൽ വലിയ മാറ്റം വരണം. ഇല്ലെങ്കിൽ ഇത്തരം ആഘാതങ്ങൾ നമ്മൾക്ക് വീണ്ടും കേൾക്കേണ്ടതായി വരും, നേരിടേണ്ടതായി വരും. തീർച്ചയായിട്ടും. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ പണ്ട് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു, വളരെ നല്ല ബന്ധങ്ങൾ, പരസ്പരം എല്ലാവരും തമ്മിൽ ഇപ്പം നമ്മളൊരു പടം എടുക്കുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് അപ്പുറത്തെ അടുത്ത പ്രൊഡ്യൂസറിനറിയാം ഏത് സബ്ജക്റ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നുള്ള അടുത്തൊരു യൂണിറ്റിന് അറിയാൻ പറ്റും. അതിലാരൊക്കെയാണ്, എന്തൊക്കെയാണ്, പരസ്പരം നമ്മൾ ചർച്ച ചെയ്യും. ഇപ്പോഴെങ്ങനെയെന്ന് വെച്ചാൽ അവർ ഓരോരുത്തരും കൊച്ചിയിൽ ഓരോ ഫ്ലാറ്റിനകത്തായിപ്പോയി പ്രത്യേകം. ഇവർ തമ്മിൽ പരസ്പരം യാതൊരു ബന്ധവും കാര്യങ്ങളൊന്നുമില്ല. കേരളത്തിലേക്ക് സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മദ്രാസിലും തിരുവനന്തപുരത്തും ഉണ്ടായിരുന്ന സൗഹൃദം എനിക്ക് കൊച്ചിയിൽ കാണാൻ സാധിക്കുന്നില്ല, സത്യത്തിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ അത് വീണ്ടും അത് കൊണ്ടുവന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാലേ അറിയാനോ ഈ ഡ്രൈവർ പ്രശ്നമാണ്, ആ ഡ്രൈവർ പ്രശ്നമാണെന്നോ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് യൂണിറ്റിലെ ആൾ പ്രശ്നമാണെന്നൊക്കെ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ കൈമാറിയാലേ പറ്റൂ. ഇത് എല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പോക്കാണ് ഇപ്പോൾ ഉള്ളത്. അത് മാറണം. എല്ലാവരും പരസ്യമായിട്ട് എല്ലാവരും ഒന്നിച്ച് ഒരേപോലെ ഒരേ മനസ്സോടെ മുമ്പോട്ട് നീങ്ങിയാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. നന്ദി ശ്രീ സുരേഷ് കുമാർ. ശ്രീ സിബി മലയിൽ, ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഊഹാപോഹങ്ങൾ, കൃത്യമായ ഗോസിപ്പുകൾ ഒക്കെ പ്രചരിക്കുന്നുണ്ട്. അതൊന്നും ഒരു തരത്തിലും ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്നും പരാമർശിക്കാതെ തന്നെ അതേ അവജ്ഞയോടുകൂടി തന്നെ തള്ളിക്കളയുന്നത്. പക്ഷേ പൾസർ സുനിയെ പിടിക്കേണ്ടതായിരുന്നു എന്ന ഒരു വാദം ആവർത്തിക്കുന്നതും അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതും മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ബോളിവുഡിൽ അധോലോകത്തിൻ്റെ ബന്ധം, പ്രൊട്ടക്ഷൻ മണി വാങ്ങൽ ഒരുപാട് തരത്തിലുണ്ട്. അതുപോലെ കാസ്റ്റ് കൗച്ചിൽ വരുന്ന ആക്ഷേപങ്ങൾ, നടിമാർ അവരുടെ അവസരങ്ങൾക്ക് വേണ്ടി നടത്തേണ്ടി വരുന്ന വിട്ടുവീഴ്ചകളെക്കുറിച്ച് മുൻനിര നായികമാർ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ, ഇത്തരം ഒരുപാട് തെറ്റുകൾ കടന്നു വരാൻ ഇതിൻ്റെ തുടർച്ചയിൽ മലയാളത്തിലും കഴിയും. അതൊക്കെ പരിഹരിക്കുക, തടഞ്ഞു നിർത്തുക എന്ന വലിയ ദൗത്യം, ഉത്തരവാദിത്വം നിങ്ങളെപ്പോലെയുള്ള മുതിർന്ന ആളുകൾക്കുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ഈ ഉണ്ടായ സംഭവം എന്ന് പറയുന്നതിന് നമ്മൾ അക്കാര്യത്തെക്കുറിച്ച് വളരെ ജാഗ്രതയോടെ തന്നെയായിരിക്കും ഇതിനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഇന്ന് തന്നെ ഞങ്ങൾ സംഘടനാ തലപ്പത്തുള്ള ആൾക്കാരൊക്കെ തമ്മിൽ ഫോണിലൂടെയൊക്കെ ബന്ധപ്പെട്ട് ഇതിൻ്റെ തുടർന്നുള്ള ചർച്ചകളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സുരേഷ് കുമാർ തന്നെ പറഞ്ഞു. മറ്റന്നാൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് വീണ്ടും ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കൂടുതൽ എവിടെയാണ് പിഴവ് പറ്റിയത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ ബോധ്യത്തോടുകൂടി തന്നെയാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ആരും അതിനകത്തൊരു ഒരു അശ്രദ്ധ കാട്ടുകയില്ല. സംഭവിച്ചു എന്നുള്ളത് അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ്. ഇങ്ങനെ ഒരാൾ, നേരത്തെ മഞ്ജു സൂചിപ്പിച്ചതുപോലെ, അകം തുറന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഒരു വ്യക്തിയെ. ഇതിപ്പോൾ സംഭവിച്ചത് ഏതെങ്കിലും സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളൊന്നുമല്ല. ഇത് ഇയാൾ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ മെമ്പറൊന്നുമല്ല ഈ പറയുന്ന പ്രതികളാരും. അതിലൊരു വളരെ ശുഭകരമായ തൊഴിലാളിയെക്കുറിച്ചുള്ള വളരെ ശുഭകരമായ ഒരു സമ്മതിക്കലുണ്ട്. കാർഡുള്ള ഡ്രൈവേഴ്സ് യൂണിയനിൽപ്പെട്ട ഒരു തൊഴിലാളിയുമല്ല എന്ന് പറയുമ്പോൾ തന്നെ നിർമ്മാതാക്കളുടെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജർമാരുടെ ശിങ്കിടികളായി ഇതിനകത്തേക്ക് കടന്നു വരാൻ കഴിയുന്നു ക്രിമിനലുകൾക്ക്. അപ്പോൾ വഴി കൃത്യം. ഈ തൊഴിലാളികളല്ല കുഴപ്പക്കാർ, ഇത്തരം ശിങ്കിടികളായി കടന്നു വന്ന് ഒരുപാട് ഡ്രൈവർമാർ ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു മലയാള സിനിമയുടെ സാധ്യതയിൽ ഈ ക്രിമിനലുകളും സാധ്യത തേടുകയാണ് ഈ രൂപത്തിൽ. അല്ല, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. കാരണം ഞങ്ങൾ നിർമ്മാതാക്കളും തൊഴിലാളി സംഘടനകളുമായിട്ടുള്ള ചർച്ചകളിൽ ഉണ്ടായ ഒരു ധാരണ എന്ന് പറയുന്നത്, ഒരു ലൊക്കേഷനിൽ 10 വണ്ടി വെക്കുകയാണെങ്കിൽ അതിൽ 3-4 വണ്ടി പ്രൊഡ്യൂസറുടെ വണ്ടിയായിരിക്കും. അത് ഓടിക്കാനായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. അത് യൂണിയൻ മെമ്പർ ആകണമെന്ന് നിർബന്ധമില്ല എന്നുള്ളൊക്കെ ചില ധാരണകളുണ്ടായി. ആ ധാരണകളുടെയൊക്കെ ഭാഗമായിട്ട് കടന്നു വരുന്ന വ്യക്തികളാണ് ഇത്തരം ഉള്ളവർ. അവരുടെ പശ്ചാത്തലത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു പക്ഷേ ഞങ്ങളെപ്പോലുള്ളൊരു സംഘടനാ സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്കറിയില്ല. അത് ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ മാനേജറുമായിട്ടുള്ള പരിചയത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റുകളുടെ വണ്ടി ഓടിച്ചു ഈ സിനിമാ മേഖലയുമായിട്ട് ഉണ്ടാക്കിയെടുത്ത ബന്ധങ്ങളുടെ പുറത്തൊക്കെ സിനിമയിൽ വണ്ടി ഓടിക്കാൻ എത്തിപ്പെടുന്നവരാണ്. അതിൽ
ഒരുപാട് പേർ അങ്ങനെ വരുന്നുണ്ട്. അതിൽ ഇപ്പോൾ 1-2 പേരാണ് ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യത്തിൻ്റെ പശ്ചാത്തലമുള്ളവരാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടത്, അല്ലെങ്കിൽ അത്തരത്തിൽ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇത്തരം ഒരു കുറ്റവാളിയായി നിൽക്കുന്ന ആൾക്കാർ. തീർച്ചയായിട്ടും ഇനിയും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ സിനിമയുടെ പ്രത്യേകിച്ചും സ്കിൽഡ് അല്ലാത്ത മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, ഡ്രൈവർമാരും അത്തരം ജോലികൾ ചെയ്യുന്നവർ, അവർ സ്കിൽഡ് ലേബേഴ്സ് അല്ല. വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആർക്കും സിനിമയിൽ വന്ന് ജോലി ചെയ്യാവുന്നൊരു സാഹചര്യമുണ്ട്. അത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഇനി നമ്മളൊരു സ്ക്രീനിങ് വേണ്ടി വരും. ഇവരുടെ പശ്ചാത്തലം, ഇവരുടെ ഒരു പോലീസ് വെരിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും നമ്മൾ ഇനിയും ഇതിനകത്ത് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അത്തരം ആർക്കും കയറി വന്ന് പ്രത്യേകിച്ചും വളരെ സുരക്ഷിതമായി രാവും പകലും സഞ്ചരിക്കേണ്ട സെലിബ്രിറ്റികളായിട്ടുള്ള നടീനടന്മാരുടെ സുരക്ഷ തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടെ തന്നെ നോക്കിക്കാണേണ്ടതാണ്. ഇനി തീർച്ചയായിട്ടും ഇതൊരു എല്ലാവർക്കും ഒരു ചൂണ്ടുവിരലായി കാണുകയാണ്. ഇത്തരത്തിൽ വളരെ ജാഗ്രതയോടെ തന്നെ ഈ വിഷയങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കും. ശ്രീ പി ശ്രീകുമാർ, അവസാനം ഇപ്പോൾ ഏതായാലും എൻ്റെ ഒരു തോന്നൽ, എങ്ങനെയാണ് ഈ പൾസർ സുനിലിനെ പോലെയൊക്കെയുള്ള ക്രിമിനലുകൾ ഇതിനകത്തേക്ക് നുഴഞ്ഞു കയറുന്നത് എന്നത് സംബന്ധിച്ച വഴിയെക്കുറിച്ചും ഏറെക്കുറെ ധാരണയായിട്ടുണ്ട് എന്നുള്ളൊരു വിചാരം എനിക്കുണ്ട്. അതായത് നേരത്തെ ശ്രീ സുരേഷ് കുമാർ വളരെ കൃത്യമായി പറഞ്ഞു, യൂണിയനിൽ അംഗത്വമുള്ള ഡ്രൈവർമാരല്ല എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് യൂണിയൻ അപ്പുറത്തേക്ക് വാഹനങ്ങൾ നിർമ്മാതാക്കൾ തങ്ങളുടേതായി നിയന്ത്രണത്തിൽ നിർത്തുന്നു. അവിടേക്ക് ഈ മാനേജർമാരെയും മറ്റും സ്വാധീനിച്ച്, അല്ലെങ്കിൽ നിർമ്മാതാക്കൾക്ക് മുഖപരിചയമുള്ള, അല്ലെങ്കിൽ അവർക്ക് ഒത്താശ ചെയ്യുന്ന ശിങ്കിടികളായി നിൽക്കുന്ന ആളുകൾ ഡ്രൈവർമാരായി കടന്നു വരുന്നു. ഇവരുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ഒരു ധാരണയും ഇക്കൂട്ടർക്കില്ല. അവർ ഇതിനുള്ളിൽ അവരുടേതായ തിരക്കഥ മെനയുകയാണ്. ബ്ലാക്ക് മെയിലിംഗ്, കൊട്ടേഷൻ, നടികളെ കൊടുക്കുക, ഒറ്റയ്ക്ക് നടിയെ സംഘടിപ്പിച്ച് കാറിൽ കൊണ്ടുപോകാൻ നോക്കുക, അവരെ അപായപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിക്കുക. ഇത് ആദ്യത്തെ സംഭവമായി പറയാവുന്നതല്ല. മുൻപ് സംഭവിച്ചിട്ടുണ്ടാകാം, വിജയിച്ചിട്ടുണ്ടാകാം. പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ വീണ്ടും ചെയ്യില്ലല്ലോ. ഇത് വിജയിച്ചിരുന്നുവെങ്കിൽ ഇനിയും ഇത്തരം കഥകൾ സംഭവിച്ചേനെ. ഇത്തരം ക്രിമിനലുകൾ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നതിൻ്റെ വഴി തപ്പി അധികം ബുദ്ധിമുട്ടണമെന്നില്ല. ശ്രീ പി ശ്രീകുമാർ. അതെ, ഇതിനകത്ത് ഏതായാലും സിനിമയിലൊക്കെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്, ഈ അടുത്ത കാലത്ത് അഭിനയിക്കാൻ പോകുന്നിടത്തൊക്കെ സിനിമയുമായിട്ട് ഒരു ബന്ധമില്ലാതെ പലരും തന്നെ അവിടെ വന്ന് ചില സ്വയം സേവകരായിട്ട് അങ്ങനെ നിൽക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ പല സ്ഥലത്തും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അവിടെ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആർക്കും ഒന്നും പറയാനില്ല. അതൊക്കെ എന്തെന്ന് വെച്ചിരുന്നാൽ ഈ കൂട്ടമായിട്ട്, പ്രത്യേകിച്ച് എല്ലാവരും വ്യക്തമായി അറിയാതെയൊക്കെ കൂട്ടമായിട്ട് പെട്ടെന്ന് വന്ന് പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ ഇവർക്ക് നുഴഞ്ഞു കയറാനായിട്ട് ചില ഇടപാടുകളുണ്ടെങ്കിലും അത് സംഘടനകൾക്ക് തീർച്ചയായിട്ടും അവർക്ക് ചർച്ച ചെയ്താൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഒരു പ്രൊഡക്ഷൻ മാനേജർക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരാളിനെ അതിനകത്തേക്ക്, നമ്മുടെ സെറ്റിനകത്തേക്ക് വരാതിരിക്കാനും ആളുകളുമായിട്ട് ബന്ധപ്പെടാതിരിക്കാനും, ഒപ്പം തന്നെ ആർട്ടിസ്റ്റുകളെ അയക്കുന്നതിൽ കുറച്ചുകൂടെ ജാഗ്രതയുള്ള, സുരക്ഷിതത്വമായിട്ടുള്ള, പൂർണ്ണ വിശ്വാസമുള്ള ആളുകളെ ഏൽപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ ചർച്ച ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് കുറേയൊക്കെ പരിഹരിക്കാൻ കഴിയും. യാതൊരു സംശയമില്ല. അപ്പോൾ എന്തായിരുന്നാലും കുറേ കൂടെ പുരോഗമനപരമായ കാര്യങ്ങൾ സംഘടനയുടെ മേലധികാരികൾ ചേർന്ന് എടുക്കുമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. പക്ഷെ അതുകൊണ്ടൊക്കെ ഇത് പൂർണ്ണമായി തീർന്നു പോകുമെന്നും ഇതോടുകൂടി ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ലോകത്തുണ്ടാകുകയില്ല എന്നൊന്നും നിങ്ങൾ ആരും വിശ്വസിക്കേണ്ട. ഏതൊക്കെ നിയമങ്ങൾ വന്നാലും എന്ത് വന്നാലും മനുഷ്യനൊരു സാംസ്കാരിക ച്യുതി സംഭവിച്ചിരിക്കുന്നിടത്തുനിന്ന് മാറുന്ന ഒരു സംഭവം നമ്മുടെ എല്ലാ തലത്തിലും വരുന്നത് വരെ ഇത്തരം കാര്യങ്ങൾ അവിടെ അപ്പോഴപ്പോഴും തലപൊക്കിക്കൊണ്ടിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഫെഫ്ക ജനറൽ സെക്രട്ടറി ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, അല്പം മുമ്പ് ഈ ചർച്ചയിൽ സുരേഷ് കുമാർ ഉണ്ടായിരുന്നു, ഇപ്പോൾ സിബി മലയിൽ പങ്കെടുക്കുന്നു, പി ശ്രീകുമാർ പങ്കെടുക്കുന്നു, മഞ്ജു പിള്ള ടെലിഫോൺ ലൈനിൽ വന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ ഡ്രൈവർമാരാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ പൾസർ സുനിലും മാർട്ടിനും ഒക്കെ ആ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ഭാഗമായ ഡ്രൈവർമാർ തന്നെയാണ്. നേരത്തെ സുരേഷ് കുമാർ പറഞ്ഞൊരു കാര്യം, യൂണിയനിൽ അംഗത്വമുള്ള ഡ്രൈവർമാരല്ല. യൂണിയനിൽ നിന്ന് നിർമ്മാതാക്കൾ വളരെ കൃത്യമായി അവരുടേതായ വാഹനങ്ങൾ, അവരുടേതായ ഡ്രൈവർമാർ എന്ന് റിസർവ് ചെയ്ത് വെക്കാറുണ്ട്. ആ വേലിക്കെട്ട് പൊളിച്ചാണ്, അതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇത്തരം നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നത് എന്ന് വ്യക്തമാകുന്നു. വലിയ ഉത്തരവാദിത്വം അത് അവസാനിപ്പിക്കാൻ സംഘടനകൾക്കും മലയാള സിനിമയ്ക്കുമില്ലേ. ഇല്ലെങ്കിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരികൾക്കൊക്കെ ഇത്തരം അപകടങ്ങൾ ഇനിയും ഉണ്ടാകാം. വളരെ ജാഗ്രതയോടെ ഉള്ള ഇടപെടൽ ആവശ്യപ്പെടുന്ന ഒരു ഘട്ടമല്ലേ ഇത്? വലിയ ഗൗരവമായൊരു ക്രിമിനൽ ഗൂഢാലോചന ഇതിലുണ്ട് എന്ന് മഞ്ജു വാര്യരെ പോലെയുള്ള നടിമാർ പരസ്യമായി പറയുന്നൊരു ഘട്ടമാണെന്നതുകൂടി കാണാതെ പോകാനുമാവില്ല. ബി ഉണ്ണികൃഷ്ണൻ. ശരത്തെ, ഈ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തില് ഞാൻ ഒരു സംഘടനാ വിഷയത്തിലേക്ക് ഇതിനെ ചുരുക്കുകയും അതുവഴി ഒരു ബാർഗൈനിങ് നടത്തുക എന്ന് പറയുന്ന ഏറ്റവും
ഔചിത്യമില്ലാത്ത ഒരു സംഗതി ഈ ഫോറത്തിൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ചില വസ്തുതകൾ താങ്കളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒറ്റ കാര്യം മാത്രം. അത് പക്ഷേ അങ്ങനത്തെ ഒരു ഇടപെടലായി താങ്കൾക്ക് ഒരുപക്ഷെ തോന്നുന്നുണ്ട് ഈ ഘട്ടത്തിൽ വന്നതുകൊണ്ടാവും. സുരേഷ് കുമാർ വളരെ കൃത്യമായി പറഞ്ഞു, ഡ്രൈവർമാർ അവർ യൂണിയൻ അംഗത്വമുള്ള ഡ്രൈവർമാരല്ല ഇവർ എന്ന് വന്നാൽ നിർമ്മാതാക്കളുടെ കോട്ടയിൽ കയറി വരുന്നവരാകാം, അവരെ മാനേജർമാർ, പ്രൊഡക്ഷൻ മാനേജർമാർ കൊണ്ടുവരുന്നതാകാം. ഞാൻ പറഞ്ഞത് അവിടെ അതുവഴിയാണ് അത്തരം സാധ്യതയെങ്കിൽ തൊഴിലാളികളുടെ വലിയ ഉദ്ദേശ ശുദ്ധി തന്നെയാണ് മാനിക്കേണ്ടത്, അവരിൽ നിന്നല്ല ഇതുണ്ടാവുന്നത്. അല്ല, എന്റെ വാദം ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. നമ്മള് കുറെ കാലം മുമ്പ് വരെ ഈ യൂണിറ്റിൽ ഉപയോഗിക്കുന്ന വണ്ടികൾ, വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർ 100% ഫെഫ്കയിലെ അഫിലിയേറ്റ് യൂണിയനിൽ അംഗത്വമുള്ള തൊഴിലാളികളാവണമെന്നൊരു നിഷ്കർഷ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഏതാണ്ട് 4 വർഷം മുമ്പ് നടന്ന ഒരു ചർച്ചയിൽ പ്രൊഡ്യൂസർമാർ തന്നെയാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്, ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഞങ്ങൾക്കും ഒക്കെ സ്വന്തമായിട്ട് ഒരുപാട് കാറുകളും മറ്റു വാഹനങ്ങളും ഉണ്ട്, പേഴ്സണൽ ഡ്രൈവർമാരുണ്ട്. അപ്പൊ അവരെ ഞങ്ങൾ എംപ്ലോയ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാവും. അതുകൊണ്ട് ഒരു 5 കാർ വരെ ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് നമ്മൾ തമ്മിൽ ഉണ്ടാവണം എന്ന് അവര് അഭ്യർത്ഥിച്ചതിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ അത് അംഗീകരിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ആ ഒരു പഴുത് ഇപ്പോ ഇത്തരത്തിലുള്ളൊരു ദൗർഭാഗ്യകരമായ സംഭവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് തന്നെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായും ഞങ്ങളും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും കൂടി ഈ വിഷയം ചർച്ച ചെയ്യുകയും ഈ പാളിച്ച തിരുത്താൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യും. ഒരു കാര്യം കൂടി, അതായത് ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കളുടെ സംഘടനയുടെ ഡ്രൈവേഴ്സ് യൂണിയനിൽ ഈ പറഞ്ഞ പൾസർ സുനിലിനും മാർട്ടിനും ഒന്നും അംഗത്വമില്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഇല്ല. ഇപ്പോൾ ഞാൻ ഒരുപാട് ഇത്തരത്തിലുള്ള ചർച്ചകൾ കാണുകയുണ്ടായി. അതിനകത്ത് ചില പ്രൊഡ്യൂസർമാർക്ക് അഹിതമായിട്ട് പെരുമാറിയ ചില ആളുകൾ ഉണ്ടായിരുന്നു. വളരെ കർശനമായിട്ട് അച്ചടക്ക നടപടിയെടുത്ത് അവരെയൊക്കെ നമ്മൾ യൂണിയനിൽ നിന്ന് മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു തവണ പോലും സിനിമയുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവറും ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തിയോ അല്ലെങ്കിൽ ഒരു നടിയോട് അപമര്യാദയായിട്ട് പെരുമാറിയ ഒരു ഇൻസിഡന്റോ ഇതുവരെ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ ഉണ്ടായിട്ടുമില്ല. 5 തൊട്ട് 38 വർഷം വരെ സിനിമയിൽ ഓടിച്ചു പരിചയമുള്ള ഡ്രൈവേഴ്സാണ് ഫെഫ്കയുടെ യൂണിയനിലുള്ളത്. അത്തരം 340 350 ആളുകൾ ഫെഫ്കയുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ 5 വർഷം തൊട്ട് 38 വർഷം വരെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്തവരാണ്. അങ്ങനെ ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ ശ്രീ ഉണ്ണികൃഷ്ണൻ, ഏതായാലും അങ്ങനെ ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ എന്താണ് നിർമ്മാതാക്കൾ, ആ സംഘടന ഇപ്പോൾ ആലോചിക്കുമല്ലോ, നിങ്ങൾ ഒന്നിച്ച് ആലോചിക്കാൻ പോകുന്നല്ലോ, ഇത്തരം അപകടങ്ങൾ പതിയിരിക്കുന്നു എന്നതുകൊണ്ട് ഈ പറഞ്ഞ ഒരു സ്വകാര്യ സംവിധാനം, കോട്ട സംവിധാനം അവസാനിപ്പിച്ച് ഫെഫ്ക ഡ്രൈവേഴ്സ് യൂണിയനെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് ഉൾക്കൊള്ളാൻ തയ്യാറാകേണ്ടതല്ലേ? അതിന് ഫെഫ്ക ആവശ്യപ്പെടുമോ, നിങ്ങളുടെ സഹപ്രവർത്തകരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയെങ്കിലും? തീർച്ചയായിട്ടും ഞങ്ങളത് അവരോട് പലതവണ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇനിയും ഞങ്ങളത് ആവശ്യപ്പെടും. ഞങ്ങള് ഒരു ട്രേഡ് യൂണിയൻ മുഷ്ക് വഴി ഞങ്ങളുടെ ഒരു സംഗതി അവരെ അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം അവരുടെ ഭാഗത്തെ ഒരു തെറ്റും ജാഗ്രത കുറവും ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന, വീക്ഷിക്കുന്ന ഒരു പ്രശ്നം എന്ന നിലയിൽ അതിന് അവർ ബാധ്യസ്ഥരാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, തീർച്ചയായിട്ടും ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാനും സുരേഷ് കുമാറും തമ്മിൽ ഇന്നലെയും മിനിഞ്ഞാന്നും പലതവണ സംസാരിച്ചിരുന്നു. ഞങ്ങളുടെ സംഘടനകൾ തമ്മിൽ ഏതാണ്ട് അടുത്ത ആഴ്ച ഈ വിഷയത്തെ കുറിച്ച് മാത്രമല്ല, ഈ വിഷയം വലിയൊരു ഐ ഓപ്പണറാണ്. നമ്മൾക്ക് ഏതൊക്കെ രീതിയിൽ നമ്മളുടെ ഈ രംഗത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം മാത്രം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇപ്പോ വലിയ താരമൂല്യമുള്ള നടികൾ സിനിമയിൽ ഒരു ഷൂട്ടിങ്ങിന് പങ്കെടുക്കുമ്പോൾ അവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനായിട്ട് നമുക്ക് കാരവൻ സൗകര്യമുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു നൃത്തം, ഒരു 100ഓളം നർത്തകർ പങ്കെടുക്കുന്ന ഒരു നൃത്തം നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് പ്രാഥമിക കർമ്മം നിർവഹിക്കാനുള്ള സൗകര്യം പോലും നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരുക്കി കൊടുക്കാറില്ല എന്നുള്ളതാണ് ദയനീയമായ സത്യം. സത്യത്തിൽ എന്താണ് ശ്രീ ഉണ്ണികൃഷ്ണൻ, മലയാളം പോലെ ഒരുപാട് മേന്മയേറിയ ഒരു സിനിമാ രംഗത്ത് സ്ത്രീകൾ രണ്ടാം നിരയിലാണ് അവരുടെ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ, അവരോടുള്ള സമീപനത്തിന്റെ കാര്യത്തിൽ, എല്ലാ തരത്തിലും. അത് ചൂഷണം ചെയ്യുകയാണ് ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ. ഞങ്ങൾക്കും ഇതൊക്കെ ആകാം എന്നാണ് അവരുടെ ചിന്താഗതി. ഇതാണ് മാറേണ്ടത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇത് സിനിമാ രംഗത്തേക്ക് മാത്രം ഈ സ്ത്രീകളുടെ പ്രശ്നം ചുരുക്കേണ്ടതില്ല എന്ന്. ഇല്ല, അങ്ങനെ ചുരുക്കിയതല്ല. പക്ഷെ ഇപ്പോൾ പ്രശ്നം സിനിമയിലാണല്ലോ. അപ്പോൾ പിന്നെ അത് പോയിന്റ് ചെയ്ത് തന്നെ ചർച്ച ചെയ്യണമല്ലോ. അങ്ങനെ ഉണ്ണികൃഷ്ണൻ, അങ്ങനെ ചർച്ച ചെയ്താലേ പൊതുസമൂഹത്തിന്റെ പിന്തുണ കൂടി ഈ പ്രശ്നത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതില്ലാതെ നിങ്ങളുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ജാഗ്രതയും താല്പര്യവും ഇല്ലാതെ വന്നാൽ പൊതുസമൂഹവും നിങ്ങളെ തിരസ്കരിക്കും.
അതായത് ഇപ്പൊ ഈ പ്രശ്നം തന്നെ ഞാനല്ല ഇപ്പൊ ഇതിനകത്ത് അഡ്രസ് ചെയ്യുന്നത്, ഈ ടോയ്ലറ്റ് സൗകര്യത്തിന്റെ കാര്യം. അതെ, ഞാൻ മാനിച്ചുകൊണ്ട് തന്നെയാണ് തീവ്രമായി തിരിച്ചു ചോദിച്ചത്. അതെ, ഇത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യും, ഇത്തരം മേഖലകൾ ഐഡന്റിഫൈ ചെയ്യുകയും അത് നിർമ്മാതാക്കളുമായിട്ടുള്ള ഫോറത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യുകയും തീർച്ചയായിട്ടും പഴുതടച്ചൊരു സംവിധാനത്തിലേക്ക് നമ്മൾ ഇത് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി ചിന്തിക്കുന്നത്. തീർച്ചയായും വളരെയധികം നന്ദി, വളരെയധികം നന്ദി ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ശ്രീ പി ശ്രീകുമാർ, ശ്രീ സിബി മലയിൽ, ശ്രീമതി മഞ്ജു പിള്ള, ശ്രീമതി മഞ്ജു പിള്ള, ഒപ്പം തന്നെ സുരേഷ് കുമാർ, പ്രമുഖ നിർമ്മാതാവ്. വളരെ ഗൗരവമായ ഒരു പ്രശ്നത്തിൻ്റെ അപകടകരമായ കെണികൾ എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്, എവിടെയാണ് സ്ത്രീ കലാകാരികൾക്ക് നേരെ ഈ ക്രിമിനലുകൾ കടന്നു വരാനുള്ള വഴികൾ, സാധ്യതകൾ അടക്കമാണ് ഈ ചർച്ചയിൽ വളരെ ഗൗരവമായി തന്നെ ഉയർന്നു വന്നത്. ഒരു തിരുത്തലിന് ഈ സംഘടനകൾ തയ്യാറാണ് എന്ന് പറയുന്നു. ആ തിരുത്തലുകൾക്ക് പിടിവാശികളില്ലാതെ തയ്യാറാകണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിന് തയ്യാറെടുക്കും എന്ന് വിശ്വസിക്കാം. അത്തരമൊരു തുറന്ന സമീപനമാണ് ഈ ചർച്ചയിൽ ഇവരെല്ലാവരും പങ്കുവച്ചത്. ഇടവേളയിലേക്ക്. ഭരണം മൊഞ്ചാക്കണമെന്ന തോന്നലിൽ ഇടതുമുന്നണി. സംസ്ഥാന ഭരണം ഇഴയുന്നുവെന്ന ആരോപണം ഇടതുമുന്നണി പരിശോധിക്കുന്നു. മന്ത്രിമാരുടെ വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക മുന്നണി യോഗം ചേർന്നാവും പ്രശ്നം ചർച്ച ചെയ്യുക. CPIM CPI ഭിന്നത ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കാനും ഇന്ന് ചേർന്ന LDF യോഗത്തിൽ ധാരണയായി. ഫയൽ നീക്കം നടക്കുന്നില്ല, ഭരണം ഒച്ചിഴയും വേഗത്തിൽ. ഇതിനിടയിൽ സെക്രട്ടേറിയറ്റ് ജീവനക്കാരും പ്രതിഷേധത്തിൽ. സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ പരിശോധിക്കാനാണ് ഇടതുമുന്നണി തീരുമാനം. ഓരോ മന്ത്രിമാരിൽ നിന്നും വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് വാങ്ങും. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുന്നണി യോഗം പ്രത്യേകം ചേരും. LDF യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇത്തരമൊരു നിർദ്ദേശം വച്ചത്. CPM CPI ഭിന്നത മുന്നണി യോഗത്തിൽ കാര്യമായി ചർച്ചയായില്ല. ഇരു പാർട്ടികളുടെയും നേതാക്കൾ ചർച്ച ചെയ്ത് പരിഹരിക്കട്ടെ എന്നതാണ് യോഗത്തിലെ ധാരണ. രണ്ട് പാർട്ടികളായിട്ട് തന്നെയല്ലേ ഈ മുന്നണി. ചിലപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. അതും പൊതുലക്ഷ്യത്തിന് വിഘാതമോ മറ്റോ ആണെങ്കിൽ അതാത് പാർട്ടികൾ തമ്മിൽ ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് അത് പരിഹരിക്കും. റേഷൻ വിഷയത്തിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്നാണ് ഇടതുമുന്നണിയുടെ ശുപാർശ. ആവശ്യമെങ്കിൽ സർവകക്ഷി സംഘം ഡൽഹിക്ക് പോകണം. KSRTC പ്രതിസന്ധിയിൽ ഗതാഗത മന്ത്രിയെ മാത്രം കുറ്റപ്പെടുത്തുന്നതിലുള്ള അതൃപ്തി NCP LDF യോഗത്തിൽ അറിയിച്ചു. AK ശശീന്ദ്രന്റെ വീട്ടിലേക്ക് CPI അനുകൂല സംഘടന മാർച്ച് നടത്തിയതാണ് ഇവരുടെ പ്രതിഷേധത്തിന് കാരണം. സുശീൽ ഖന്ന റിപ്പോർട്ട് വന്നതിന് ശേഷം KSRTCക്ക് സർക്കാർ സഹായം പ്രഖ്യാപിക്കുമെന്നും മുഖ്യമന്ത്രി ഇടതുമുന്നണി യോഗത്തിൽ അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇപ്പോൾ ഈ ചർച്ചയിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കോൺഗ്രസ് നേതാവ് ശ്രീ ജോസഫ് വാഴക്കൻ എന്നിവരാണ് ഉണ്ടാവുക. നേരിട്ട് ശ്രീ K സുരേന്ദ്രനെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, എന്താണ് ഭരണത്തെക്കുറിച്ച് മുന്നണിക്ക് അത്ര വലിയ തൃപ്തിയൊന്നും കാണുന്നില്ലല്ലോ? അങ്ങനെ മുന്നണി പറഞ്ഞില്ലല്ലോ. ഭരണത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ നയവും പരിപാടിയും നടപ്പാക്കുന്ന തരത്തിലാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അതിലേതെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിൽ മുന്നണി ചർച്ച ചെയ്ത് പരിഹാരം കാണും. ഏതെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ അത് പരിഹരിക്കപ്പെടും. ആ കാഴ്ചപ്പാടാണുള്ളത്. മുന്നണി ഭരണാധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം റേഷൻ തകർത്ത് കളഞ്ഞതാണ്. ആ റേഷൻ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമായിരുന്നു 1965 മുതൽ. കേരളം നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമായതുകൊണ്ട് നമുക്കാവശ്യമായ അരി തരാമെന്ന് കേന്ദ്രത്തിൻ്റെ വാഗ്ദാനമുണ്ട്. അത് തുടർന്ന് വരികയായിരുന്നു. UPA ഗവൺമെൻറ്, കോൺഗ്രസ് ഗവൺമെൻറ് തന്നെ ആ റേഷനിങ് സിസ്റ്റം മാറ്റി APL BPL എന്ന ആളുകളെ രണ്ടായി തരംതിരിച്ചു. എന്നിട്ട് BPLകാർക്ക് മാത്രം വില കുറച്ച് അരി കൊടുക്കുക, മറ്റുള്ളവരുടെ റേഷൻ അവർക്ക് അരി കൊടുക്കാതിരിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു. LDF ഗവൺമെൻറ് കാലത്താണെങ്കിൽ ആ APLകാർക്കും സ്റ്റേറ്റ് സബ്സിഡി കൊടുത്ത് കുറച്ച് അരി കൊടുക്കാൻ സംവിധാനം ഉണ്ടാക്കിയിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ UPA ഗവൺമെൻറ് അവസാന നാളിൽ ശ്രീ KV തോമസ് ഭക്ഷ്യ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞ് ഒരു പരിപാടി ആവിഷ്കരിച്ചത്. ആ ഭക്ഷ്യ സുരക്ഷാ പദ്ധതി കേരളത്തിന് ദോഷം വരുത്തുന്നതാണ് ആ പദ്ധതി. അത് ബില്ല് അവതരിപ്പിച്ച് ചർച്ച ചെയ്യുമ്പോൾ തന്നെ കേരളത്തിലെ പ്രതിപക്ഷ MPമാർ ഇക്കാര്യത്തിലുള്ള ഡിസൻറ്റ് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കേരളത്തിന് ദോഷകരമാണ് ഈ ഭക്ഷ്യ സുരക്ഷാ പദ്ധതി, ഇവിടെ എല്ലാവർക്കും റേഷനിങ് ഉണ്ട്, നിങ്ങൾ ആ റേഷനിങ് തകർക്കുക. ശരി. അപ്പോൾ അന്ന് KV തോമസ് പറഞ്ഞിരുന്നത് എല്ലാ പരിരക്ഷയും നൽകുമെന്നാണ്. ഇപ്പം എന്താ പരിരക്ഷ? 2.2 ലക്ഷം മെട്രിക് ടൺ അരി കുറച്ചേ തരുന്നുള്ളൂ.
അരി തരാതെ എങ്ങനെ റേഷൻ കൊടുക്കുക ചെയ്യാം? അതിപ്പോൾ BJP ഗവൺമെൻറ് ചെയ്യുന്നതാണ്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ഇരിക്കുമ്പോൾ ഇതെല്ലാം പ്രയോറിറ്റി ലിസ്റ്റ്, നോൺ പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയിരിക്കുന്നു. നോൺ പ്രയോറിറ്റി ലിസ്റ്റിൽ കിടക്കുന്ന ആൾക്കാരിൽ പാവപ്പെട്ട വലിയ ആൾക്കാരുമുണ്ട്, പ്രയോറിറ്റി ലിസ്റ്റിൽ പാവപ്പെട്ട ആൾക്കാരെ പെടുത്തിയിട്ടുമുണ്ട്, പണക്കാരെ പെടുത്തിയിട്ടുമുണ്ട്. ഇതല്ലാതെ പിന്നെ ചില സംഭവങ്ങൾ, ക്രിമിനൽ സ്വഭാവമുള്ള ചില സംഭവങ്ങൾ നടന്നു. അത് ഉയർത്തി കാട്ടിക്കൊണ്ടാണ് കേരളത്തിലെ ക്രമസമാധാനം തകർന്നു, ഭരണം മോശമാണ്. ഏത് കാര്യത്തിലാണ്? മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നാട്ടിൽ തൊഴിലെടുത്ത് ജീവിക്കുന്ന ആൾക്കാരുടെയൊക്കെ തൊഴിൽ സംരക്ഷിക്കാനും മെച്ചപ്പെട്ട വരുമാനം അതല്ലാതെ ശ്രീ ആനത്തലോട്ട് ആനന്ദൻ, അല്ലാതെ മുന്നണിക്ക് ഇപ്പോഴത്തെ ഭരണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. മുന്നണിയിലുള്ള ആൾക്കാരും പിന്നെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. അവരുടെ ഏതെങ്കിലും വകുപ്പുകളിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് തീരുമാനിച്ചുള്ളത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ജോസഫ് വാഴക്കൻ, പുറമേക്കുള്ള വായനയിൽ ഇടതുമുന്നണിക്ക് ചില നിരീക്ഷണങ്ങളോ ചില സമീപനമോ ഉണ്ട് ഈ സർക്കാരിനെ കുറിച്ച്. അത് വേഗത്തിലാകണം കാര്യങ്ങൾ, ചില കാര്യങ്ങളിലെങ്കിലും ഒച്ചിഴയുന്ന അവസ്ഥയുണ്ട്, ഫയലുകൾ നീങ്ങുന്നതിൽ വേഗം പോരാ എന്നൊക്കെയുണ്ട്. അതുകൊണ്ട് വളരെ ഫലപ്രദമായി ഇടതുമുന്നണി ഓരോ മന്ത്രിമാരുടെയും പ്രവർത്തനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് വിലയിരുത്തി പരിശോധിച്ച് പ്രത്യേകം മുന്നണി ചേർന്ന് മുന്നോട്ട് പോകുന്നു. യഥാർത്ഥത്തിൽ ഒരു മുന്നണി സംവിധാനത്തിൽ ഇങ്ങനെയല്ലേ ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? പോരായ്മകളുണ്ടെങ്കിൽ, തിരുത്തലുകൾ വേണ്ടതുണ്ടെങ്കിൽ, വേഗത കൂട്ടണമെങ്കിൽ ഇങ്ങനെ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകണം. അത് ഒരു തരത്തിൽ ശുഭകരമല്ലേ? തീർച്ചയായിട്ടും അതൊക്കെ വേണമല്ലോ. പക്ഷേ ഇന്നിപ്പോൾ ഇതിനു മുമ്പ് പലപ്പോഴും പല ആളുകളും ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് അങ്ങനെ ഒരു ചർച്ചയെ അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അവിടെ എല്ലാം ഭദ്രമായി പോകുന്നു എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഒരു 8-9 മാസം കൊണ്ട് ഇത്രമാത്രം ജനങ്ങളുടെ മുൻപിൽ അപഹാസ്യമായ അല്ലെങ്കിൽ ഇത്ര ഹോപ്പ്ലെസ്സായ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമാണ്. കാരണം ഇവിടെ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ ഇപ്പോൾ ഞങ്ങൾ സമരങ്ങൾ നടക്കുകയാണ്. ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു കുറേ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ പറഞ്ഞു ഇവിടെ പണിയില്ല, പണമില്ല, അരിയില്ല, വെള്ളമില്ല, വൈദ്യുതി ഇപ്പോൾ ഇല്ലാതാകാൻ പോകുന്നു, അതിനപ്പുറത്ത് പെൻഷൻ കൊടുക്കുന്നില്ല. ഇതെല്ലാം പ്രശ്നങ്ങളാണ്. നിങ്ങൾ ഈ പ്രശ്നങ്ങളെ വീതിച്ചാണ് നൽകിയത്. ഇത് മുഴുവൻ പിണറായി സർക്കാരിനുള്ള കുറ്റപത്രം അല്ലല്ലോ. ഇതിപ്പോൾ ഈ 5-8 മാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ കേരളത്തിൽ ഭരിക്കുന്നത് ഈ ഗവൺമെൻറ് അല്ലേ? ഇതിനകത്ത് ആകെ വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നോട്ട് റദ്ദാക്കലിനെ തുടർന്നൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ അതിനെ തുടർന്നുണ്ടായ സമരമാണ് കേരള ഗവൺമെൻറ്റിൻ്റെ കഴിവുകേടുകളെ ഒരു പരിധി വരെ മറച്ചു വെച്ചതും. പക്ഷേ ഇവിടെ ശ്രീ പിണറായി വിജയൻ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ പരാജയപ്പെടുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ഒരു ഭരണ സംവിധാനത്തിലെ ആളുകളെ എല്ലാവരും വിശ്വാസത്തിലെടുത്ത് കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ജീവനക്കാരെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല. അതിനാണ് മന്ത്രിമാരുടെ പ്രവർത്തന റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അതിൽ മുഖ്യമന്ത്രിയും ഉൾപ്പെടും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി വിലയിരുത്തുക എന്ന് വന്നാൽ അതിൽ പിഴവുകളുണ്ടെങ്കിൽ തിരുത്തുമെന്നല്ലേ അതിനർത്ഥം? അതിന് മുൻകൈ എടുത്തത് മുഖ്യമന്ത്രിയാണ് ഇന്ന് യോഗത്തിൽ. അപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ശരിയാണെന്ന് തെളിഞ്ഞു. ഈ സംഭവങ്ങളൊന്നും ഇപ്പോൾ കേരളത്തിലില്ല. 5-8 മാസമായി തകർന്ന് തരിപ്പണമായി ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇപ്പോൾ അരിയുടെ കാര്യം, അത് ഭക്ഷ്യസുരക്ഷാ നിയമം ഉണ്ടായതിൻ്റെ പേരിലാണെന്ന് പറഞ്ഞു. ഭക്ഷ്യസുരക്ഷാ നിയമം ഉണ്ടായപ്പോൾ 14 ലക്ഷം ടൺ കേരളത്തിന് ഫിക്സഡായി കോട്ടയായി തീരുമാനിക്കുകയും 2.25 ലക്ഷം ഏത് സമയത്ത് കേരളത്തിന് ആവശ്യമുണ്ടോ അപ്പോൾ തരാമെന്നും പറഞ്ഞു. കേരളത്തിൽ നിന്ന് ഇതേവരെ ഡൽഹിയിൽ പോയി നല്ല രീതിയിലുള്ള ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്തിനാ ഭക്ഷ്യവകുപ്പ് മന്ത്രിയെ പോലും ഡൽഹി കൊണ്ടുപോയിട്ടില്ല. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഡൽഹിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മുഖ്യമന്ത്രി തന്നെ പോയതിനെക്കുറിച്ച് പിറ്റേ ദിവസം അവിടെ നിന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് വേറൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി വന്നു എന്നുള്ള നിലയില്ല. അപ്പോൾ ഇത് എഫക്റ്റീവായി കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയും വരൾച്ച ആദ്യമൊന്നുമില്ല കേരളത്തിൽ. ഇപ്പോൾ വാഴക്കൻ പറഞ്ഞതിൽ ഈ സർക്കാരിന് പ്രതിപക്ഷം കൊണ്ടുവന്നിരിക്കുന്ന കുറ്റപത്രത്തിൻ്റെ ഒരു സ്വഭാവം വ്യക്തമാണ്. ഇപ്പോൾ റേഷൻ അടക്കം അതിൻ്റെ വിശദാംശങ്ങളിലേക്കല്ല, കുറച്ചുകൂടി രാഷ്ട്രീയമായി തന്നെ വിഷയങ്ങളിൽ വേഗത്തിലെത്താം എന്നതുകൊണ്ടാണ്.
ഇതിലൊക്കെ അടക്കം ഇപ്പോൾ ഭക്ഷ്യമന്ത്രിയെ കൊണ്ടുപോകാതെ താങ്കൾ വാചാലമായി സംസാരിച്ച റേഷൻ പ്രശ്നം പരിഹരിക്കാൻ പോയ മുഖ്യമന്ത്രിയെ വിമർശിക്കുകയാണ് പ്രതിപക്ഷം. ഇതേ പ്രതിപക്ഷം പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശന നിരീക്ഷണം, ഒന്ന്, മന്ത്രിമാർ പലരും കാഴ്ചക്കാരാണ്. 2, മുഖ്യമന്ത്രിയെ ഭയന്ന് നിൽക്കുകയാണ് മന്ത്രിമാർ. ഈ നിലയിൽ ഭരണം ഒരു ഏകോപനമില്ലാതെ, കൂട്ടുത്തരവാദിത്വമില്ലാതെ, ധീരമായ പ്രഖ്യാപനങ്ങളുടെ തുടർച്ചയിൽ നടപടികളില്ലാതെ അങ്ങനെ പോകുന്നു. ഇതിനാണ് ഒച്ചിഴയുന്ന ഭരണം എന്ന് പറയുന്നത്. അത് മുന്നണി പോലും കണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സാധാരണ 1 വർഷം ആകുമ്പോൾ അല്ലെങ്കിൽ വാർഷിക വേളയിൽ ഒക്കെയാണ് ഈ കാര്യക്ഷമത പരിശോധിക്കുന്നത്. ഇത് ഇടയിൽ തന്നെ പരിശോധിക്കേണ്ടി വന്നിരിക്കുന്നു മുന്നണിക്ക്. ഇവിടെ ശ്രീ വാഴയ്ക്കൻ പറഞ്ഞത് തിരുവനന്തപുരം ഭക്ഷ്യമന്ത്രിയെ ഡൽഹി കാണാൻ ഇതുവരെ പോകാൻ പോലും സാധിച്ചില്ല. ആരാ പറഞ്ഞത്? ഭക്ഷ്യമന്ത്രി തന്നെ പോയി കേന്ദ്ര ഭക്ഷ്യമന്ത്രിയും ബന്ധപ്പെട്ടവരെയും കണ്ട് നിവേദനം നൽകി. വാഴയ്ക്കൻ ഇവിടെ ജീവിച്ചിരുന്ന ആളല്ലേ. മുഖ്യമന്ത്രി അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തി പോയി പറഞ്ഞു. ഇപ്പം BJPക്കാരുടെ വക്കാലത്ത് എടുക്കുന്ന രീതിയിലാണ് വാഴയ്ക്കൻ്റെ സംഭാഷണം കിടക്കുന്നത്. അവർ കാണിക്കുന്ന 2 ലക്ഷം ടൺ ഭക്ഷ്യസാധനം തരാതിരുന്നതിന് ന്യായീകരിക്കലേ, തരുമെന്നാണ്. വേണ്ടത്ര നിവേദനം വേണ്ടതുപോലെ പറഞ്ഞില്ല. എന്ന് വെച്ചാൽ ഇവിടെ വെറ്റിലയും വാക്കും വഹിച്ചുകൊണ്ട് വിളക്കും കൊണ്ട് വെച്ച് അവരെ സ്വീകരിക്കണം. എന്താണ് വേണ്ടത്? വേണ്ടത്ര എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാനുള്ള ബാധ്യത ഈ മുന്നണിക്ക് ഗവൺമെൻറ്റുമുണ്ട്. ആ നിലയിൽ നമുക്ക് ന്യായമായി തരേണ്ട അരി തരാതിരിക്കുന്നത് ശരിയല്ല, തരണമെന്ന് അവരോട് പോയി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യപ്പെട്ട് തരാതിരിക്കുന്നത് ശരിയല്ലെന്ന് പറയാനുള്ള ഒരു ബോധം എൻ്റെ സ്നേഹിതൻ വാഴയ്ക്കനില്ലാതെ പോയത് കഷ്ടമാണ്. ആ BJPയെ സപ്പോർട്ട് ചെയ്യാനാണ് വേണ്ടത് കേന്ദ്രത്തെ. ഇവിടെ മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം മന്ത്രിമാരെല്ലാം പ്രാപ്തരായ മന്ത്രിമാർ തന്നെയാണ്. എന്ന കാര്യങ്ങളൊക്കെ അവരുടെ വകുപ്പുകളെല്ലാം അവർ നടത്തുന്നുണ്ട്. അവരെല്ലാം ആരെങ്കിലും പേടിച്ച് നടക്കുന്ന കുഞ്ഞാണന്മാരാണെന്നുള്ള മട്ടിൽ പറയുന്നതൊക്കെ അത് ആ മന്ത്രിമാരെയും ആ പാർട്ടികളെയൊക്കെ ആക്ഷേപിക്കലാണ്. ഇവിടെ മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ ആർക്കാണ് തടസ്സം? ആർക്കാണ് വൈഷമ്യം ഉണ്ടാകുന്നത്? ഒരു ടീമായി പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിസഭയാണിത്. അവിടെ മന്ത്രിമാർക്ക് പറയാനുള്ളത് പറയുന്നു, ഇടതുപക്ഷ മുന്നണിയിൽ വന്ന് അവർക്ക് പറയാനുള്ള പ്രശ്നങ്ങൾ പറയുന്നു. അങ്ങനെ പോകുന്നതിന് ഇത് ഈ ഭരണം ഒരു പരാജയമാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, ഹോപ്പ്ലെസ് ഭരണമാണ് 6 മാസക്കാലമായി. എന്ത് ഹോപ്പ്ലെസ്സാണ്? ഈ കേരളത്തെ മലീമസമാക്കിയിട്ട് ഇറങ്ങിപ്പോയവരാണ് ഈ പറയുന്നവർ. ഇവിടെ ശുചീകരണത്തിൻ്റെ കാര്യത്തിൽ നാട് മുഴുവൻ നാറ്റം കാരണം നടക്കാൻ നിവൃത്തിയില്ലാതിരുന്നവർ ഭരിച്ചിരുന്ന അവസരത്തിൽ ഇറങ്ങിപ്പോകുമ്പോൾ ഇന്ന് അതാണോ സ്ഥിതി? മുനിസിപ്പാലിറ്റികളായാലും പഞ്ചായത്തായാലും പട്ടണങ്ങളായാലും ചപ്പുചവറുകളുടെ കൂനകൾ നിങ്ങൾ കാണുന്നുണ്ടോ? മാറ്റിയില്ലേ? പച്ചക്കറിയുടെ എല്ലാവർക്കും വിഷമുള്ള പച്ചക്കറി അല്ലാതെ പച്ചക്കറി എല്ലാ വീട്ടിലും പച്ചക്കറി വ്യാപിപ്പിക്കാനും ഓഫീസുകൾ വ്യാപിപ്പിക്കാനും കേരളത്തിന് ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനുമൊക്കെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നടപടി സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ വികസനത്തിന് മുമ്പ് ഏത് കാലത്തേക്കാൾ കണ്ണൻ ചുപ്പിക്കുന്ന വികസനം കൊണ്ടുവരാൻ ആവശ്യമായ പ്രോജക്റ്റുകൾ തയ്യാറാക്കി അതുമായി മുമ്പോട്ട് പോവുകയും ചെയ്യല്ലേ. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇവരുടെ കാലത്ത് അടച്ചിട്ടിരുന്ന വ്യവസായശാലകൾ തുറക്കാനും 10,000-കണക്കിന് ആളുകൾ പണിയെടുത്തുന്ന പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കാനും ഒക്കെ നടപടി സ്വീകരിച്ചതിൽ ഇവർക്ക് വിഷമമുണ്ട്, ദുഃഖമുണ്ട്. ശരിയാണ്. അതിൻ്റെ ഒരു അസംതൃപ്തിയാണ് ഈ പ്രകടിപ്പിക്കുന്നത്. ഞാൻ മടങ്ങി വരാൻ താങ്കളിലേക്ക് നോക്കൂ. അതായത് ഈ പറഞ്ഞത് എണ്ണി പറയാൻ ആനത്തലോട്ട ആനന്ദിന് ഇനിയും ഒരുപാടുണ്ട് ആനത്തലോട്ടത്തിന് പറയാൻ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പരമ്പരാഗത വ്യവസായത്തിൻ്റെ കാര്യത്തിലെടുക്കാം. തൊഴിലാളിയെ രക്ഷിക്കാൻ വേണ്ടി ധീരമായ നടപടിയെടുത്തയാളാണ് മേഴ്സിക്കുട്ടിയമ്മ. വലിയ ആരോപണം നിങ്ങൾ ഉന്നയിച്ചു, ആദ്യ അഴിമതി ആരോപണം എന്ന മട്ടിൽ. പക്ഷേ അത് വിജിലൻസ് അന്വേഷണത്തിൽ ആ ആരോപണം തള്ളിക്കളയുന്ന നിലയിലാണ് അത് നിൽക്കുന്നത്. ഈ നിലയിൽ ഈ സർക്കാർ പരാജയമാണ് എന്ന് വിലയിരുത്താൻ കഴിയുന്ന ഘട്ടത്തിലേക്ക് ഈ സർക്കാർ എത്തിയിട്ടില്ല. ശരിയാണ്, ഒരു മധുവിധു കാലം കഴിഞ്ഞിട്ടുണ്ട്. ആ മുന്നണിക്ക് തന്നെ സർക്കാരിനെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ട നടപടികളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുന്നു എന്നുള്ളതല്ലാതെ സർക്കാർ പരാജയമാണ് എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ പറയും പോലെ ടീം പിണറായി അത്ര മോശപ്പെട്ട ടീമുമല്ല. ടീം പിണറായിയിൽ ഒരു മന്ത്രി പോലും പിണറായിയുടെ റൂമിൽ കയറാൻ ഭയപ്പെടുന്നു എന്നാണ് ഞങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികളൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് നേരഭേദമുണ്ട്, അദ്ദേഹത്തിന് സൗകര്യം തോന്നുന്ന സമയത്ത് വല്ലവർക്കും ചെന്ന് പറയാമെന്നുള്ളതല്ലാതെ ഒരു ടീം വർക്ക് നടക്കുന്നില്ല. ആ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാരെ ഒന്ന് കൂട്ടത്തിൽ കൊണ്ട് നടക്കാൻ കഴിയുന്നില്ലല്ലോ. IAS പോട്ടെ, സാധാരണ ഉദ്യോഗസ്ഥന്മാരെ പോലും. ഇദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇവിടെ UDF ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് നാട്ടിൽ മൊത്തം നാറ്റമായിരുന്നു. എന്തൊക്കെയാണ് ഈ പറയുന്നത്?
ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ വന്ന് അടിച്ചങ്ങ് വൃത്തിയാക്കി. എന്ത് വൃത്തിയാക്കിയെന്നാണ് പറയുന്നത്? ഈ കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ തോമസ് ഐസക് കൊണ്ടുവന്ന 5000 കോടി രൂപയുടെ പദ്ധതി ഉണ്ടല്ലോ, അതിൽ എത്ര എണ്ണത്തിന് AS കൊടുക്കാൻ പറ്റി? നിങ്ങളുടെ കിഫ്ബി എവിടെ പോയി? എവിടെ നിന്നാണ് പണം വന്നത്? കിഫ്ബിയിൽ ഇത്ര കോടി രൂപ, ഇപ്പോൾ 25,000 കോടി രൂപ പിടിച്ച് ഞങ്ങളിപ്പോൾ തന്നെ കേരളം മുഴുവൻ വലിയ മാറ്റം വരുത്തുമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റി? എന്തിനാ ഭരണപരിഷ്കാര കമ്മീഷൻ VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ 2 സീനിയർ പഴയ ചീഫ് സെക്രട്ടറിമാരാണ് പോയിരിക്കുന്നത്. അവർക്ക് പിന്നെ DA പോലും കൊടുക്കാത്ത ഒരു ഗവൺമെൻറ്റിനെ കുറിച്ച് എന്ത് കാര്യക്ഷമതയുണ്ടെന്നാണ് പറയുന്നത്? ശ്രീ VS അച്യുതാനന്ദനോട് എന്താ ഇപ്പോൾ ഗ്രൂപ്പിൻ്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതാണോ? ആ സമിതിക്ക് ഒന്ന് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കണ്ടേ? ഇതൊന്നും കൊടുക്കാതെ യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്താതെ പൂർണ്ണമായും നിശ്ചലമായി പോയി ഈ ഗവൺമെൻറ്. പ്രിയപ്പെട്ട ശ്രീ ആനത്തലവട്ട ആനന്ദൻ, അങ്ങ് നാട്ടിലിറങ്ങിയ ആളുകളോട് ചോദിക്കണം. അങ്ങേക്കത് മനസ്സിലാവാഞ്ഞിട്ടാണ്. ഒരുപക്ഷെ നിങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ഇന്ന് LDFിലോ പോയിരുന്നപ്പോൾ അവിടെ പറയുന്നത് കേട്ടതാണ്. ഒരു മന്ത്രിക്കും സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഏത് മന്ത്രിയാ നമുക്കൊരു അപ് ടു ദ മാർക്കിൽ വന്നിട്ടുള്ള ഒരു മന്ത്രിയുടെ പേരെന്ന് പറയാവോ? ഏതെങ്കിലും ഒരു മന്ത്രിയുടെ കാര്യങ്ങൾ ഏത് വകുപ്പാണ് ഭംഗിയായി പോകുന്നത്? ഒരു വകുപ്പിൻ്റെ പേര് പറയാവോ? ഇതല്ല ഇന്നത്തെ അവസ്ഥയിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഇതെല്ലാം ശരിയാണെന്നുള്ള രീതിയിൽ എനിക്ക് അറിയില്ല. ആനത്തലോട്ടം ആനന്ദനെ കുറിച്ച് അതൊരു വല്ലാത്ത കെണിയാണ് ശ്രീ വാഴക്കൻ. ആനത്തലോട്ടം ആനന്ദനോട് ഏത് മന്ത്രിയാണ് മികച്ചത് എന്ന് ചോദിച്ച് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞ് മറ്റുള്ളവരുടെ പരിഭവം വാങ്ങിപ്പിക്കാൻ വേണ്ടിയല്ലേ? അത് നടക്കില്ല. മാത്രമല്ല എല്ലാ മന്ത്രിമാർക്കും അദ്ദേഹം 100-ൽ 100 കൊടുക്കുകയും ചെയ്യും. അത്ര വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ശ്രീ ആനത്തലോട്ടം, മിനിമം VS അച്യുതാനന്ദൻ്റെ ശമ്പളവും ആനുകൂല്യവും എങ്കിലും ഈ പരാതിയും പരിഭവവും ഇല്ലാതെ കൊടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരിന് എങ്ങനെയാണ് മറ്റുള്ളവരുടെ ക്ഷേമത്തിൽ പൂർണ്ണമായും ശ്രദ്ധയൂന്നാനാവുക? അദ്ദേഹത്തിൻ്റെ ആനുകൂല്യങ്ങൾ പോലും പിടിച്ചു വെക്കുന്ന ഒരു സർക്കാർ, സമയത്ത് കൊടുക്കാത്ത സർക്കാർ എന്ന ആക്ഷേപം ഒരു ഭാഗത്ത്. ഇതേ VS ആണ് ഈ സർക്കാരിനെ വലിയ വിവാദങ്ങളിൽ അകപ്പെട്ട ഘട്ടങ്ങളിലൊക്കെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ചില പ്രതികരണങ്ങളിലൂടെ മറ്റൊരർത്ഥത്തിൽ രക്ഷിച്ചെടുത്തതും. ലോ അക്കാഡമി കേസിൽ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ ആദ്യ പരാതി കൊടുത്ത് റവന്യൂ മന്ത്രി കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിന് ഓർഡറിട്ട് സർക്കാരിൻ്റെ നിലനിൽപ്പ് ശരിവെപ്പിച്ചയാളാണ് VS. അഴിമതിക്കെതിരായ പോരാട്ടം ഇന്നും VS പറഞ്ഞു. അഴിമതിക്കെതിരായ മെല്ലെപ്പോക്കാണ്, പ്രതിപക്ഷം പറഞ്ഞതല്ല. ഇതെല്ലാം നിൽക്കുമ്പോൾ രാഷ്ട്രീയ വിവാദങ്ങൾ സർക്കാരിനെ പിടിവീണിട്ടുണ്ട്. സർക്കാരിന് മേൽ സംശയമില്ലാത്ത കാര്യമാണ്. ഇവിടെ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാന് ശമ്പളം കൊടുത്തോ ഇല്ല? അദ്ദേഹത്തിന് ശമ്പളം അദ്ദേഹം MLA എന്നുള്ള നിലയിലുള്ള ശമ്പളമാണ് വാങ്ങുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും കിട്ടുന്നില്ല. 2 ശമ്പളം ഇതിൽ വന്നതോടുകൂടി അതും പിടിച്ചു. പിന്നെ കമ്മീഷൻ അല്ല, ആര് പറഞ്ഞു കിട്ടുന്നത്? വാർത്ത എങ്ങനെയാണ്? അല്ല, എന്താണ് സ്ഥിതി എന്നുള്ളതിനെ കുറിച്ച് സാധാരണ ആ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ പേരിൽ ഒരു ശമ്പളമില്ല. അദ്ദേഹത്തിന് MLA എന്നുള്ളതിൻ്റെ ശമ്പളം കിട്ടും. ജോസഫ് വാഴയ്ക്ക് ശമ്പളം കിട്ടുന്നില്ലെങ്കിൽ VS അച്യുതാനന്ദന് ശമ്പളം കിട്ടില്ല. ജോസഫ് വാഴയ്ക്കിന് ഇപ്പം വാങ്ങാൻ നിവർത്തിയില്ല. അല്ല, ഇപ്പോൾ അതില്ല. ശരിയാ പോയി. ആ പദവിയിലല്ല അദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന ശമ്പളം. അത് പദവിയല്ലേ? ശമ്പളത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ വ്യത്യാസമുണ്ടോ? ശമ്പളം മറ്റേതാണെന്നാണ് എൻ്റെ ധാരണ. എൻ്റെ അറിവ് ശരിയല്ല. ആ ക്യാബിനറ്റ് പദവിയുണ്ട്. അതേസമയം ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഒരാളിന് 2 ശമ്പളം വാങ്ങാൻ ഈ പദവി സ്വീകരിക്കുന്നതാണ് ഒരു MLAക്ക് സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനുവേണ്ടി കൊണ്ടുവന്ന ഭേദഗതി VS അച്യുതാനന്ദൻ ബില്ലെന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ വിമർശനം കൂടി കേട്ടുകൊണ്ടാണ് VSനെ ആ പദവിയിൽ ഈ സർക്കാർ എത്തിച്ചത്. അദ്ദേഹത്തിന് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ശമ്പളം കിട്ടുമല്ലോ. ശമ്പളം വാങ്ങുന്ന കാര്യത്തിൽ അപ്പം അതല്ല, അതൊരു പ്രശ്നമല്ല. ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ എന്ത് വീഴ്ചയാണ് വരുത്തുന്നത് പറയണം. ഈ UDF ഭരിച്ച കാലത്താണ് ഈ കാസർഗോഡ് ജില്ലയിൽ, കണ്ണൂർ ജില്ലയിലുള്ള കശുമാവ് കൃഷിയൊക്കെ വികസിപ്പിക്കുന്ന അവിടെ ഉണ്ടാക്കുന്ന അണ്ടി മുഴുവൻ കർണാടകത്തിൽ വിൽക്കാൻ സൗകര്യം ചെയ്ത് കൊടുത്തത് UDFൻ്റെ ഭരണകാലത്താണ്. ഈ ഗവൺമെൻറ് വന്ന് അതെല്ലാം റദ്ദ് ചെയ്ത് ആ തോട്ടണ്ടി മുഴുവൻ ഇവിടുത്തെ കശുവണ്ടി തൊഴിലാളിക്ക് ജോലി ചെയ്യാൻ ആവശ്യമായി ഇവിടെ കൊടുക്കുന്നതിനുള്ള സംഭരണ സംവിധാനമൊക്കെ ഏർപ്പെടുത്തിയ ഈ ഗവൺമെൻറ്റാണ്. അതവർക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. ഇവിടെയുള്ള കശുവണ്ടി തോട്ടണ്ടി മുഴുവൻ അന്യ സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത് അവിടുത്തെ കശുവണ്ടി മുതലാളിമാരെ സംരക്ഷിക്കാൻ നിന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ വക്താക്കളാണ് UDFൻ്റെ ആളുകൾ. അവരാണ് ഈ വിമർശനം കൊണ്ടുവരുന്നത്. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇടതുപക്ഷങ്ങളുടെ ഗവൺമെൻറ് കാലത്ത് ഭംഗിയായി പുറത്ത് സ്ഥാപനങ്ങളൊക്കെ പൂട്ടിയിട്ടിട്ട് പോയ ആളുകൾക്ക് തൊഴിലിൻ്റെയും തൊഴിലില്ലായ്മയുടെയും കാര്യം കുറിച്ച് പറയാൻ എന്താണ് അവകാശമുള്ളത്? ഈ ഗവൺമെൻറ് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ എവിടെയാണ് വീഴ്ച വരുത്തിയതെന്നൊന്ന് ചൂണ്ടിക്കാണിക്കൂ. അങ്ങനെ ഒരു വിമർശനം കൊണ്ടുവരും. ഇവിടെ മന്ത്രിമാർ തമ്മിൽ കണ്ടിട്ട് മിണ്ടിയോ മിണ്ടാതിരുന്നുവോ ഒരാളിന് ശമ്പളം കൊടുത്തോ കൊടുത്തില്ലയോ എന്നുള്ളതല്ലല്ലോ ഇവിടെ പ്രശ്നം.
ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഈ ഗവൺമെൻറ് എടുക്കുന്ന സമീപനമുണ്ട്. വികസനത്തിൻ്റെ കാര്യത്തിൽ വാഴിക്കാൻ സംശയിക്കുകയാണ്, കിഫ്ബി വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് കാത്തിരുന്ന് കാണൂ. മാത്രമല്ല ധനമന്ത്രി അക്കാര്യത്തിൽ പറഞ്ഞു, ബജറ്റ് മുന്നോടിയായി നടത്തിയ 4000 കോടിയുടെ അനുമതിയായത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇറങ്ങിക്കളിക്കാതിരുന്നതാണ് വാഴക്കൻ. ഏതായാലും ഒരു കാര്യം കൂടി, നിങ്ങളുടെ കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണ്? ആരാണ് കേമൻ എന്ന മത്സരമാണ് നടക്കുന്നതെന്ന് പരിഹസിച്ചത് കോടിയേരിയാണ് ചെന്നിത്തലയുടെ സമരത്തെക്കുറിച്ച്. ഉമ്മൻചാണ്ടിയേക്കാൾ കേമനാണ് താനെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു ശ്രമം അവിടെ നടക്കുന്നു. ഈ സർക്കാർ ഇത്ര മോശമാണെങ്കിൽ ആ സർക്കാരിനെ അത്രമേൽ തുറന്നു കാട്ടാൻ നിങ്ങൾക്കും കഴിഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഞങ്ങളൊക്കെ തന്നെയാണ് തുറന്ന് കാണിച്ചിട്ടുള്ളത്. പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ ഇങ്ങനെ ഒരു സംസ്ഥാന സെക്രട്ടറി മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടോ എന്നറിയത്തില്ല. ഇത്രയും കാലം ഞങ്ങളൊക്കെ ധരിച്ചു വെച്ചിരുന്നത് പാർട്ടിക്കകത്ത് സെക്രട്ടറിക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കുമാണ് ഭരണം അവർ അധികാരത്തിൽ വരുമ്പോൾ റോളെന്നാണ്. സത്യത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്നൊരു സെക്രട്ടറി മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടോ എന്ന് പോലും അറിയില്ല. കാനൻ രാജേന്ദ്രനുള്ള ഒരു വോയിസ് പോലും കേരള രാഷ്ട്രീയത്തിൽ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. കാരണം പിണറായി വിജയൻ പാർട്ടിയും സർക്കാരും ഒന്നിച്ച് നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് അപ്പുറത്ത് വർത്തമാനം പറയാൻ യാതൊരു തരത്തിലുള്ള ശക്തിയും കഴിവുമില്ലാത്ത ഒരു കേവലം പപ്പറ്റായി മാറിയിരിക്കുകയാണ് കേരളത്തിൻ്റെ. സമയക്കുറവുകൊണ്ട് വാഴക്കൻ പറഞ്ഞത് മനസ്സിലായി. ചർച്ച അവസാനിപ്പിക്കാം. അതായത് CPM-നുള്ളിൽ ഇപ്പോൾ ആനത്തലോട്ടം പറഞ്ഞതാണ്, അത്തരമൊരു അസംതൃപ്തി നിൽക്കുന്നു എന്നാണ് വാഴക്കൻ പറഞ്ഞത്. കോടിയേരിയെ ഉദാഹരിച്ചത് ആ നിലയ്ക്കാണ്. 2 CPI-യുമായുള്ള തർക്കം ഉഭയകക്ഷി ചർച്ചയിലൂടെ തർക്കങ്ങൾ പരിഹരിക്കും എന്ന് പറയുന്ന നിലയിൽ ഇപ്പോൾ ഈ സ്ത്രീ സുരക്ഷ എന്ന പ്രധാനപ്പെട്ട പുതിയ പ്രശ്നത്തിൽ പോലും CPM നിലപാടുകളെ, സർക്കാരിൻ്റെ സമീപനത്തെ പരസ്യമായി നിരാകരിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഉഭയകക്ഷി ചർച്ചയിൽ എന്ത് വിശ്വാസമാണ് ജനങ്ങൾക്കുണ്ടാവുക? അല്ല, 2 കാര്യമാണല്ലോ ചൂണ്ടിക്കാണിച്ചത്. ഒന്ന്, CPM-നകത്തുള്ള നേതൃത്വപരമായ തർക്കം, അഥവാ പാർട്ടി സെക്രട്ടറിയും ഇപ്പം മുഖ്യമന്ത്രിയുടെ കീഴിലാണ് നിൽക്കുന്നത്, പാർട്ടിയുടെ സെക്രട്ടറിയുടെ പ്രാമുഖ്യം നഷ്ടപ്പെട്ടു പോയെന്നാണല്ലോ. ഇതൊക്കെ കോൺഗ്രസിൻ്റെ അനുഭവം വെച്ചുകൊണ്ട് ശ്രീ വാഴക്കൻ പറയുന്നതാണ്. CPM-ൽ അങ്ങനെയൊന്നുമില്ല. CPM-ൽ പാർട്ടി ചർച്ച ചെയ്യുന്ന തീരുമാനങ്ങൾ നടപ്പാക്കലാണ്, പാർട്ടിയുടെ അഭിപ്രായങ്ങൾ മാനിക്കലാണ് പാർട്ടിയുടെ പ്രതിനിധിയായി പോകുന്ന മന്ത്രിമാർ ചെയ്യുന്നത്. ഇപ്പോഴും മാത്രമല്ല എപ്പോഴും അത് തന്നെയാണ്. അതുകൊണ്ട് ആ സംശയം വാഴയ്ക്കും വെച്ചേക്കേണ്ട, സ്വന്തം പാർട്ടിയുടെ അനുഭവം വെച്ച് പറയാം. പിന്നെ CPM തർക്കമെന്ന് പറയുന്നത്, CPI-ക്കാർ അവരൊരു പാർട്ടിയാണ്, നമ്മളൊരു പാർട്ടിയാണ്, വ്യത്യസ്തമായ അഭിപ്രായമൊക്കെ പറയും. ചില പോലെ ഒരു അഭിപ്രായം പറയാൻ ഒരു പാർട്ടിയിലെ ആൾക്കാരല്ല. വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞുകൂടാന്നൊന്നും വ്യവസ്ഥയുമില്ല. ഓരോ മുന്നണിക്കും ഓരോ പാർട്ടിക്കും പറയാനുള്ള തങ്ങളുടെ അഭിപ്രായം സ്വതന്ത്രമായി പറയാൻ മുന്നണിയിൽ വേദിയുണ്ട്. ആ മുന്നണിയിൽ അവർക്ക് പറയാം. പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂട്ടായി ചർച്ച ചെയ്ത് പരിഹരിക്കും. അതൊരു പുതിയ സംഭവമൊന്നുമല്ല. മുന്നണി ഇവിടെ മാത്രമല്ല, ബാക്കിയുള്ള സ്ഥലത്ത് രാജ്യത്താകെ മുന്നണി ഭരണം നടക്കുന്ന പലയിടത്തും ഉണ്ടല്ലോ. അവിടെയൊക്കെ ഒരു ഏകാഭിപ്രായമാണ്. ഇപ്പോൾ നോട്ട് അസാദ് വക്കാലിനെ സംബന്ധിച്ച് മോഡി എത്ര ഏകാധിപതിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ NDA കക്ഷിയിൽപ്പെടുന്ന ശിവസേന മുന്നോട്ട് വന്നിട്ടുണ്ടല്ലോ. പല പാർട്ടികളും അതുകൊണ്ട് തന്നെ ശിവസേനയും മോദിയും അത്ര രസത്തിലല്ല എന്ന് എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് താങ്കളും അംഗീകരിക്കുകയാണ്. ശിവസേനയും BJP-യും നിലവിലെ അത്ര രസത്തിലല്ല. അത് തന്നെയാണ് ഇവിടെയും പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങനെ തന്നെയാണ്. അത്ര രസത്തിലല്ല രണ്ട് പാർട്ടികളും തമ്മിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അഭിപ്രായം പറയാൻ അല്ലല്ല അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് സൂചിപ്പിക്കുകയാണ് ഞാൻ ചെയ്തത്. അതിൻ്റെ അഭിപ്രായം പറയാതിരിക്കലാണ് മുന്നണിയുടെ കെട്ടുറപ്പെന്ന് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അഭിപ്രായം പക്ഷേ ഇത്രയേ ഉള്ളൂ. ഇതുകൊണ്ടൊന്നും ഇടതുമുന്നണി ദുർബലപ്പെടുകയൊന്നുമില്ല. മുൻപ് താങ്കൾ പറഞ്ഞ പോലെ എല്ലാ ഇടതുമുന്നണി സർക്കാരിന്റെ കാലത്തും CPM-നെതിരെ CPI വന്നിട്ടുണ്ട്, ശരിയുമാണ്. പക്ഷേ നിങ്ങൾ 2 പാർട്ടികൾ തമ്മിൽ അത്ര രസത്തിലല്ല. അത് അംഗീകരിക്കണ്ടേ? അത് അംഗീകരിക്കുന്നത് കൊണ്ടാണല്ലോ ഒരു ഉഭയകക്ഷി ചർച്ചയെക്കുറിച്ച് മുന്നണി തീരുമാനിക്കുന്നത്. മുന്നണി അങ്ങനെ തീരുമാനിച്ചിട്ടില്ലല്ലോ. തീരുമാനിക്കാത്ത കാര്യം നിങ്ങൾ പറഞ്ഞാൽ ഉഭയകക്ഷി ചർച്ച വേണമെന്ന് പാർട്ടി തീരുമാനിച്ചാൽ പരസ്പരം ചർച്ച ചെയ്യും. അതൊരു LDF-ന്റെ തീരുമാനപ്രകാരമല്ല. അല്ലാതെ എത്രയോ പ്രാവശ്യം CPM-ഉം തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രത്യേകമായ കാര്യങ്ങൾ ചർച്ച ചെയ്യണം, ഏതെങ്കിലും വിഷയങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യും. ഇവിടെ അങ്ങനെ ഒരു ഭിന്നിപ്പിന്റെ സ്വരത്തിലോ ഒരു തരത്തിലുള്ള ചർച്ചയും ഇവിടെ ഭിന്നിപ്പില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം അല്ല, ബഹുമാന്യനായ ശ്രീ ആനത്തലവട്ടം ആനന്ദനും വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ്. വെറുതെ നമുക്ക് ജനങ്ങളെ പരിഹസിക്കരുത്. കാരണം CPM-ഉം CPI-യും തമ്മിൽ ഒരേ അഭിപ്രായം കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഒന്നും കേട്ടിട്ടില്ല. ശ്രീ പിണറായി വിജയനെക്കുറിച്ച് അവർ പറയുന്നത് മുണ്ടുടുത്ത മോഡി എന്നാണ്. എന്ന് വെച്ചാൽ അഹങ്കാരത്തിൻ്റെ ധിക്കാരത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോഡിയെ കാണുന്നത്.
ആ മോഡി കോട്ടാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ശ്രീ പിണറായി വിജയൻ മുണ്ടുടുത്ത മോഡി എന്നാണ് CPI-ക്കാർ പറയുന്നത്. ആ നിലയിൽ വരെ അവരുടെ ആക്ഷേപം എത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും ഒരു മുന്നണി രാഷ്ട്രീയത്തിന്റെ എല്ലാ രാഷ്ട്രീയ മര്യാദകളും പാലിക്കുന്നു. കാര്യക്ഷമമാക്കാൻ സർക്കാരിനെ കൂടുതൽ സജീവമായി മുന്നണി ഇടപെടുന്നു. മന്ത്രിമാരുടെ റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ച പ്രകാരം മുന്നണി പ്രത്യേകമായി ചേർന്ന് പരിശോധിക്കാൻ പോകുന്നു എന്ന സാഹചര്യം. വളരെയധികം നന്ദി ശ്രീ ആനത്തലോട്ടം ആനന്ദൻ, ഒപ്പം തന്നെ ശ്രീ ജോസഫ് വാഴക്കൻ ഞങ്ങളുമായി സഹകരിച്ചത്. പ്രൈം ഡിബേറ്റിൽ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. ഗുണ്ടാപിടിയിൽ നിന്ന് സിനിമയെ മോചിപ്പിക്കണമെന്ന ആവശ്യം ശക്തം. സിനിമയ്ക്കുള്ളിലെ ഗുണ്ടാ ബന്ധം തുറന്നു സമ്മതിച്ച് നിർമ്മാതാവ് സുരേഷ് കുമാർ. താരങ്ങളുടെ ബൗൺസർമാരെയും നിയന്ത്രിക്കും. കർശന നടപടിയുണ്ടാകുമെന്ന് നടിക്ക് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ഉടൻ പിടികൂടാമായിരുന്നിട്ടും പൾസറിനെ വിട്ടുകളഞ്ഞ പോലീസിനെതിരെ വിമർശനം. ശക്തമായ നടപടിയെടുക്കണമെന്ന് കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു. സർക്കാരിന്റെ മെല്ലെപ്പോക്കിൽ ഇടതുമുന്നണിയിൽ അതൃപ്തി. മന്ത്രിമാരുടെ പ്രവർത്തനം വിലയിരുത്തും. ഭരണം ഇഴയുന്നുവെന്ന ആരോപണം പരിശോധിക്കും. CPI തർക്കം ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കാനും ധാരണ. വിജിലൻസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സംസ്ഥാനത്ത് വിജിലൻസ് രാജാണോ എന്ന് കോടതിയുടെ വാക്കാൽ പരാമർശം. അഴിമതി കേസുകളിൽ അന്വേഷണം ഇഴയുന്നതിൽ അതൃപ്തി അറിയിച്ച് VS. പാമ്പാടി നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ. ജാമ്യം കേസിന്റെ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സർക്കാർ. ശബരിമലയിലെ സ്ത്രീ പ്രവേശന കേസ് ഭരണഘടനാ ബെഞ്ചിലേക്ക്. വിശദമായ വിധി പിന്നീടെന്ന് സുപ്രീം കോടതി. പരിഗണനാ വിഷയങ്ങൾ നിർദ്ദേശിക്കാൻ കക്ഷികൾക്ക് അനുമതി.